അപ്പോൾ നമ്മുടെ ഒരു കിഡിലൻ ലൈവ് സെഷനിലേക്ക് ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ എക്സാമിലേക്ക് ഇതാ ഇങ്ങനെ അടുത്തടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളല്ലേ, നമ്മുടെ ഈ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠിത്തമൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ട്. ഗുഡ് ഈവനിങ് അലി. പിന്നെ ആരൊക്കെയാണ്? നമസ്തേ. ഓക്കെ, നമസ്തേ, സ്വാഗതം. എന്താ എന്നെ കാണുന്നില്ലേ? നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇരുട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, എല്ലാ ലൈറ്റ്സ് ഓൺ ആണല്ലോ. ഓക്കെ, ക്ലിയർ. അലിക്ക് മാത്രമല്ല ജാസ്മിനും എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഉണ്ട്. പിന്നെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? അതെ, ഞാൻ എത്തി. ആദിത്യൻ അല്ലേ? ആദിത്യൻ, ഞാൻ എത്തി. അപ്പം നമുക്ക് ഓർഗനൈസിങ് ചാപ്റ്റർ ആണ് അടിപൊളിയായിട്ട് പഠിക്കാനുള്ളത്. ഗുഡ് ഈവനിങ്. അതിനു മുൻപ് നിങ്ങൾക്ക് നന്നായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റിവിഷൻ ബാച്ച് ഉള്ളതെന്ന് അറിയാലോ. അപ്പോൾ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ക്ലിയർ അല്ലേ? ഓ, അതെനിക്കൊരു പുതിയ അറിവാണ്. ഈ നേരത്ത് വ്യൂസ് കുറവായിരിക്കും. എന്തുകൊണ്ടാണത്? ഈ സമയത്ത് നിങ്ങളെല്ലാവരും ഇരുന്ന് പഠിക്കുന്നത് കൊണ്ടാണോ? ആണോ? സാധാരണ നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഈ സമയത്ത് വന്നിരിക്കല്ലേ ചെയ്യാറ്. ശ്രേയ ഗുഡ് ഈവനിങ്. പിന്നെ അതുപോലെ ജിമ്മി തന്നെയാണോ? ജിയ മോളാണല്ലേ? ജിയ ആണെന്ന് തോന്നുന്നു. നിങ്ങളിങ്ങനെ അറ്റും ഡാഷും അതും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാം, പേര് വായിക്കാൻ പറ്റുന്നില്ല. നാളെ ക്ലാസ് ഉണ്ട്, നാളെയും ക്ലാസ് ഉണ്ട്. നാളെ നമ്മുടെ ചാപ്റ്റർ 3 മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. റിവിഷനൊക്കെ സെറ്റായിട്ട് പോകുന്നു എന്നുള്ളത് അറിഞ്ഞു. പിന്നെ ഒരു കാര്യം, ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ടേബിൾസിൻ്റെ കാര്യം ഉണ്ടല്ലോ, അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. +1 +2ൻ്റെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ 11 ചാപ്റ്റർ അല്ലേ നിങ്ങൾക്കുള്ളത് പഠിക്കാൻ. 11 ചാപ്റ്ററിലെയും എല്ലാ കോൺസെപ്റ്റും എന്ത് ചെയ്തു, ഒരു കമ്പാരിസൺ ടേബിൾ പോലെ സെറ്റാക്കി. അതിൽ പല ടേബിൾസും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൊന്നും ഉണ്ടാവില്ല, അത് ഞാനായിട്ട് സെറ്റാക്കിയ ടേബിളാണ്. അതായത് ഇപ്പോൾ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, 3 ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റും, ഫംഗ്ഷൻസ് അല്ല, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്തു, ഇങ്ങനെ മിഡിൽ ലെവൽ, പിന്നെ ടോപ്പ് ലെവൽ, ലോവർ ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടേബിൾ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് വേണ്ടവർ ടേബിൾ എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നതായിരിക്കും. അത് വെച്ച് അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ ടേബിൾ വെച്ച് പഠിക്കുന്നതാണ് എപ്പോഴും ഈസി ആയിട്ട് പഠിക്കാനുള്ളൊരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചാപ്റ്റർ വൈസ് ഈച്ച് ചാപ്റ്ററിൻ്റെ ടേബിൾസ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 or 2 ടേബിളിലൂടെ തന്നെ ഒരു ചാപ്റ്റർ കഴിയും. അങ്ങനെയാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? പേപ്പറൊക്കെ കിട്ടിയോ? നിങ്ങൾക്ക് മോഡലിലെ പേപ്പറാണോ കിട്ടിയത്? ചാപ്റ്റർ ഉള്ളൂ. ഇന്ന് ഒരു ചാപ്റ്റർ ഉള്ളൂ കേട്ടോ. ഇന്നൊരൊറ്റ ചാപ്റ്ററേ പഠിക്കാനുള്ളൂ. ഓർഗനൈസിങ് മാത്രമാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ചാപ്റ്റേഴ്സ് നമ്മൾ നാളെ വരുന്ന ക്ലാസ്സസ് ഒക്കെ ആയിട്ട്, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് മൊത്തം ബിസിനസ് ആണ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. അപ്പം നന്നായിട്ട് മാക്സിമം സ്കോർ ചെയ്യാൻ തന്നെ നോക്കുക. എന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഓർഗനൈസിങ് എന്നുള്ള ചാപ്റ്ററിലാണ്. അതിന് മുൻപ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പഠിച്ചു തുടങ്ങുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിലെ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പം നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് പ്ലാനിങ്. അത് ഇന്നലെ നിങ്ങൾ പഠിച്ചല്ലോ. അപ്പം രണ്ടാമത്തെ ഫംഗ്ഷനിലെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബിസിനസ്സിലെ മാനേജ്മെന്റ് അടുത്ത ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസ് ചെയ്യുക. പ്ലാൻ ചെയ്തതിന് വേണ്ട കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ട്രിപ്പ് പോവാണെന്ന് വിചാരിക്കുക. ആദ്യം നിങ്ങൾ പ്ലാൻ ചെയ്യും, എങ്ങോട്ടാണ് ട്രിപ്പ് പോകേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, അങ്ങനെയുള്ള എത്ര ദിവസത്തെ ട്രിപ്പാണ്, അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യല്ലോ. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യുക, ആ പോകാൻ വേണ്ട കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യല്ലേ. ഏത് വണ്ടിയിലാണ് പോകുന്നത്, ബസ്സിലാണെങ്കിൽ ബസ്സിൻ്റെ ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യും, ട്രെയിൻ ആണെങ്കിൽ അങ്ങനെ, അത് കഴിഞ്ഞ് ഫുഡിൻ്റെതാണെങ്കിൽ അങ്ങനെ, അക്കോമഡേഷൻ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ പ്ലാൻ ചെയ്ത പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യും, സാധനങ്ങളെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അല്ലേ. അതേ കാര്യമാണ് നമ്മൾ ബിസിനസ്സിലും ചെയ്യേണ്ടത്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, പ്ലാൻ ചെയ്ത് വെച്ചു, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഈ ഒരു വർഷം എന്ന് സെറ്റ് ചെയ്തു. ഇനി അത് അച്ചീവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്, ഈ ഓർഗനൈസിങ്. ഓക്കെ, അപ്പോൾ ഓർഗനൈസിങ്ങിന്റെ മീനിങ് അറിഞ്ഞിരിക്കുക. ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് 5 എണ്ണമാണ്. ഈ 5 എണ്ണത്തിന്റെ മീനിങ്ങും ഡെഫിനിഷനും ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ ആവശ്യം വരാം. ക്ലിയർ അല്ലേ? ക്ലിയർ, സെറ്റ്. ഒറ്റ മിനിറ്റ്. ക്ലിയർ.
ചാപ്റ്റർ 3 അല്ലല്ലോ, ചാപ്റ്റർ 3 നാളെയല്ലേ, ഇതിപ്പോൾ ചാപ്റ്റർ 5 തന്നെയാണല്ലോ പോകുന്നത്. കറക്റ്റ് വൺ ഷോട്ട് തന്നെയാണല്ലോ. നീ എന്നെ ഒന്ന് ടെൻഷൻ ആക്കല്ലേ, എൻ്റെ ചങ്കൊന്ന് കാളി. ഓക്കെ, അപ്പോൾ ഓർഗനൈസിങ്ങിന്റെ ഫംഗ്ഷനിലേക്ക് നമുക്ക് നോക്കാം അല്ലേ. അത് ഓർഗനൈസിങ് ഇസ് എ പ്രോസസ് വിച്ച് കോർഡിനേറ്റ് ഹ്യൂമൻ എഫേർട്സ്, അസംബിൾസ് റിസോഴ്സസ് ബോത്ത് ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ അല്ലേ, and integrate them all into a whole to achieve the specified objective. അപ്പോൾ മെയിൻ ആയിട്ട് ഓർഗനൈസിങ് ഫംഗ്ഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അതായത് നമ്മുടെ ഹ്യൂമൻ എഫേർട്സിന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനനുസരിച്ച് കോർഡിനേറ്റ് ചെയ്യുന്നു, നമ്മുടെ റിസോഴ്സസിനനുസരിച്ച്. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസും ഉണ്ട്, ഫിസിക്കൽ റിസോഴ്സസും ഉണ്ട് അല്ലേ. ഈ ഫിസിക്കൽ റിസോഴ്സസ് പ്ലസ് ഹ്യൂമൻ റിസോഴ്സസ് പ്ലസ് അതുപോലെ തന്നെ ഹ്യൂമൻ എഫേർട്സ്, ഇത് മൂന്നിനെയും എന്താ പറയുക, കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ് അല്ലെ, നമ്മൾ ഓൾറെഡി പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? വെരി ഗുഡ് മിസ്റ്റർ നോബഡിക്ക് 74 മാർക്ക് കിട്ടി. എല്ലാവർക്കും ഇതേപോലെ നല്ല മാർക്ക് കിട്ടട്ടെ, അതേപോലെ അടുത്ത എക്സാമിനും അത്ര തന്നെ കിട്ടട്ടെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എന്താണ് മീനിങ് എന്നുള്ളത് മനസ്സിലാക്കിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഓർഗനൈസിങ് പ്രോസസ്സ് അല്ലേ, എങ്ങനെയാണ് ഓർഗനൈസിങ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഓരോ ഫങ്ഷൻസും സ്റ്റെപ്പ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. അതിന് കറക്റ്റായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ ഫങ്ഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓർഗനൈസിങ് പ്രോസസ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കാര്യം സെറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള അല്ലെ, അങ്ങനെ പടിപടിയായിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, സ്റ്റെപ്സ് നോക്കാം അല്ലെ. ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് 4 സ്റ്റെപ്സ് ആണുള്ളത്. ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് ആണ് ആദ്യം നമ്മൾ ചെയ്യൽ. അപ്പോൾ ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്, ദെൻ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, 3 അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ, ഈ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലേ. ഐഡിയ എന്നുള്ള തിരിച്ചിടുന്ന സാധനം അല്ലേ. ക്ലിയർ? അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം അല്ലെ. എന്താണ് ഈ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. ഐഡന്റിഫൈ ആൻഡ് ഡിവൈഡിങ് ദ വർക്ക് ദാറ്റ് ഹാസ് ടു ബി ഡൺ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രീവിയസ്ലി ഡിറ്റർമൈൻഡ് പ്ലാൻ. നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മുടെ ബിസിനസ്സിൽ നടക്കണം, അതിനെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ സിമിലർ നേച്ചർ ഉള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരേ ലെവലിൽ ഡിവൈഡ് ചെയ്യും അല്ലേ. അതായത് ഇങ്ങനെ ഇന്ന ഇത്രയും കാര്യങ്ങൾ ഒരു സെക്ഷൻ, ഇത്രയും കാര്യങ്ങൾ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു, പിന്നെ ഡിവൈഡ്. എടാ നിങ്ങളിങ്ങനെ സ്പാം ചെയ്യരുത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പറയാം. ഓക്കെ, ഞാനത് കണ്ടു. ഓക്കെ, ക്ലിയർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ക്യാൻ ബി അവോയ്ഡഡ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, വീണ്ടും ഒരേ പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദ ബർഡൻ ഓഫ് വർക്ക് ക്യാൻ ബി ഷെയർഡ് അമംഗ് ദ എംപ്ലോയീസ്. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ഡെലിഗേഷൻ നടക്കുന്നത് അല്ലെ. ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നടക്കുന്നത് നമ്മുടെ ഇതിലാണ്, ഓർഗനൈസിങ്ങിലാണ്. കറക്റ്റായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് കൂടുതൽ വർക്ക് വരുന്നത്, അപ്പോൾ വർക്ക് വരുമ്പോൾ നമ്മൾ ആ വർക്ക് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ആ ചെയ്യാൻ വേണ്ട ആൾക്കാരെ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിയമിക്കും അല്ലെ. ഇങ്ങനത്തെ പരിപാടി നടക്കുന്ന എവിടെയാണ്, ഇതിലാണ് അല്ലെ. ഇത് ഐഡന്റിഫിക്കേഷൻ ഓഫ് വർക്കാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ആണ്. നമ്മൾ സിമിലർ നേച്ചറുള്ള വർക്ക്സിനൊക്കെ എന്ത് ചെയ്തു, ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. വൺസ് വർക്ക് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻടു സ്മോൾ ആൻഡ് മാനേജബിൾ ആക്ടിവിറ്റീസ്, ദെൻ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ സിമിലർ ഇൻ നേച്ചർ ആർ ഗ്രൂപ്പ് ടുഗെദർ അല്ലേ. അപ്പം നമ്മൾ സിമിലർ നേച്ചർ ഉള്ളതിനൊക്കെ മാറ്റി വെച്ചു. എന്നിട്ട് അതിന് എന്ത് ചെയ്യണം, ഒരു ഗ്രൂപ്പായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, ഒരു അതോറിറ്റി കൊടുക്കണം അതിന്. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സച്ച് സെറ്റ് ഫെസിലിറ്റേറ്റ് സ്പെഷ്യലൈസേഷൻ. ദിസ് ഗ്രൂപ്പിംഗ് പ്രോസസ് ഈസ് കോൾഡ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. ഓക്കെ, അപ്പോൾ സിമിലർ നേച്ചറുള്ള വർക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ ഗ്രൂപ്പാക്കി വെക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ്, അവിടെ ഒരു സ്പെഷ്യലൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. കാരണം ഒരേ വർക്കാണ് അവിടെ നടക്കുന്നത്. അവിടെ നമുക്ക് ട്രെയിനിങ്ങും എളുപ്പമായിരിക്കും, സ്പെഷ്യലൈസേഷനും വരും. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയും, നമ്മൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയും. ഇനി അടുത്തത് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് ആണ്. നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഗ്രൂപ്പിംഗ് അല്ലെ, അതായത് ഡിവിഷൻ ചെയ്തു, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലാക്കി ഈ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പെർഫോം ചെയ്യേണ്ട ഡ്യൂട്ടീസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. സോ വൺസ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ബീൻ ഫോം, ഈച്ച് ഓഫ് ദം വാസ് പ്ലേസ്ഡ് അണ്ടർ ദ
ചാർജ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. എല്ലാത്തിനും എന്ത് ചെയ്യണം, നമ്മൾ ഇതെല്ലാം നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടി, ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെയും കൂടെ, ഒരു ഇൻഡിവിജ്വലിനെ കൂടെ അവിടെ ചാർജ് ചെയ്യണം അല്ലേ. പിന്നെ ജോബ്സ് ആർ ദെൻ അലോക്കേറ്റഡ് ടു ദ മെമ്പേഴ്സ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ അക്കോർഡൻസ് ടു ദെയർ സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസി. എന്നിട്ട് നമ്മൾ അതിലുള്ള ആൾക്കാരുടെ സ്കിൽസ് കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യും, ആ വർക്കുകൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അല്ലേ. ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഇയാളാണ്, അപ്പോൾ ഇയാളാണ് ഈ കാര്യങ്ങൾ, ഈ വർക്കിനെ എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അയാളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ഓരോരുത്തരുടെ കോമ്പിറ്റൻസി നോക്കിയിട്ട്, സ്കില്ല് നോക്കിയിട്ട് അതിനനുസരിച്ച് ജോലികൾ കൊടുക്കും. ഓക്കെ, അതിൽ തന്നെ ഒരാളെടുത്ത് ചിലപ്പോൾ ഗ്രൂപ്പ് ലീഡർ ആക്കും അല്ല, ഓരോരുത്തരുടെ കഴിവുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ അവസാനത്താണ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ഓക്കെ, അതോറിറ്റി കൊടുക്കുന്ന പരിപാടിയാണ് അല്ലേ. ഇവിടെ നമ്മൾ ഒരാളെ ലീഡ് ചെയ്യാൻ വേണ്ടി ഒരാളെ നിയമിച്ചെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, അതോറിറ്റി കൊടുക്കണം അല്ലേ. ഈച്ച് ഇൻഡിവിജ്വൽ ഷുഡ് ഓൾസോ നോ who he has to take orders from and to whom he is accountable. അതായത് അവിടെ കുറേ സിമിലർ നേച്ചർ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു ഗ്രൂപ്പാക്കി. എന്നിട്ട് ഇവരറിയണം ഇവരാർക്കാണ് ഓർഡർ കൊടുക്കുക അല്ലെങ്കിൽ ആരെടുത്താണ് ഓർഡർ എടുക്കേണ്ടത്, അതേപോലെ തന്നെ ഇവരാരോടാണ് അക്കൗണ്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് അവരറിയണം അല്ല, അത് ആരാണ് ഇവരെ ഗൈഡ് ചെയ്യണമെന്ന് അറിയണം. ഓക്കെ, ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സച്ച് ക്ലിയർ റിലേഷൻഷിപ്പ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ഹൈറാർക്കിയൽ സ്ട്രക്ചർ അല്ലെ. ഹൈറാർക്കി അവിടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ, ഓരോ ലെവൽസ് അവിടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ, സെറ്റ് അല്ലേ, സെറ്റ്. ഇത്രയാണ് നമ്മൾ എന്തെന്ന് ചെയ്യുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ അല്ലെ, സ്റ്റെപ്സിൽ. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ദെൻ സെക്കൻഡ് വൺ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, അതിനുശേഷം അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് നടക്കും. ദെൻ എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, നാലാമത് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ 4 പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നടക്കുന്നത്. ഈ ഒരു പോർഷൻ ക്ലിയർ ആണല്ലോ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ക്ലിയർ അല്ലേ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയടാ, ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയില്ല, പറയാം. ഇത് അത്ര ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ലേ. തുടക്കം മുതലേ പറയുകയാണെങ്കിൽ എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, ക്ലിയർ, പറയാം കേട്ടോ. ആകെ നിങ്ങൾ ഇതിൽ പഠിക്കുകയാണെങ്കിൽ ഇതിൽ ജസ്റ്റ് ഓർഡർ മാത്രം പഠിച്ചു വെച്ചാൽ മതി, എങ്ങനെയാണ് നമ്മൾ ഇത് നടക്കുന്നത്, അതായത് ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സിൻ്റെ ഓർഡർ പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തുകൊണ്ട് നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്തുകൊണ്ട് മാനേജേഴ്സ് ചെയ്യണം, മാനേജ്മെൻറ്റ് ഭാഗമായിരിക്കണം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ അല്ലെ. നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞ സിമിലർ നേച്ചർ ഉള്ള വർക്കുകളാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ വർക്ക് അവിടെ വരുമ്പോൾ അതേ വർക്ക് ചെയ്ത് അവിടെ എന്ത് സംഭവിക്കും, സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കും. ക്ലിയർ അല്ലേ. അതായത് ഒരേ വർക്ക്, ഇപ്പം ഞാൻ എന്നും ഇപ്പം സാമ്പാർ ഉണ്ടായിക്കൊണ്ട്, സാമ്പാർ വേണ്ട, ഓക്കെ അത് മാറ്റി പറയട്ടെ, ഞാൻ എന്നും ബിരിയാണി ഉണ്ടാക്കുന്നതായിരിക്കും. ബിരിയാണി ഉണ്ടാക്കി ഞാൻ എന്താവും, ബിരിയാണിയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആവും അല്ലെ, പല ടൈപ്പ് ബിരിയാണികൾ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റും. അതേപോലെ തന്നെയാണ് ഓർഗനൈസിംഗ് ലീഡ് ടു എ സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ജോബ് എമംഗ് ദ workforce, thus reduce the workload as well as enhances productivity because of the specific work performing specific job on a regular basis അല്ലേ. ഒന്നാമത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ സിമിലർ നേച്ചറുള്ള വർക്ക് മാത്രമാണ് അവർക്ക് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റ് വർക്കുകൾ അവർക്ക് നോക്കണ്ട, അതുകൊണ്ട് ഓവർ ബേർഡൻ ഇല്ല, അവർക്ക് അവരുടെ വർക്ക് മാത്രം നോക്കിയാൽ മതി. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിമിലർ വർക്ക് അല്ലെങ്കിൽ ആ ഒരു നേച്ചറുള്ള വർക്കാണ് പെർഫോം ചെയ്യപ്പെടുന്നത്, അതുകൊണ്ട് അവരവിടെ എക്സൽ ആവും. ക്ലിയർ. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് നമുക്ക് ഓർഗനൈസ് ഉണ്ടെങ്കിൽ സ്പെഷ്യലൈസേഷൻ സംഭവിക്കും. പിന്നെ ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ് അല്ലേ, നമ്മൾ അസൈനിങ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെടുത്താണ് ജോലിക്ക് അവരുടെ അസസ്മെന്റ് വരുന്നത്, എന്ത് ജോലിയാണ് അവരെടുക്കേണ്ടത്, ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾ ഇന്ന ജോലിയെ ചെയ്യൂ അല്ലെ, ആൾക്ക് വേറൊരു ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ക്ലാരിറ്റി ഉണ്ടാകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഓവർലാപ്പിംഗ് ഉണ്ടാവില്ല. ഓക്കെ, ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ക്ലാരിഫൈ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് specifies who is to report to whom, thus removes ambiguity in transfer of information and instructions അല്ലേ. അവ്യക്തതയെ മാറ്റിത്തരും അല്ലേ. നമ്മൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ തന്നെ അവിടെ ഒരു ക്ലാരിറ്റി വന്നു, പ്രോസസ്സ് കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പോകും. അപ്പോൾ അതിൽ ഇൻഫോർമേഷനിലുള്ള ആംബിക്വിറ്റി, അവ്യക്തതയെ മറികടക്കാൻ വേണ്ടി സഹായിക്കും. ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത്
അഡാപ്റ്റേഷൻ ടു ചേഞ്ച് ആണ്. നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സാധനമല്ല, ഡൈനാമിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരേണ്ടി വരും. പെട്ടെന്ന് നമുക്ക് പുതിയ ഡിപ്പാർട്ട്മെന്റ്സ് ആഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ ഇങ്ങനെ ഒന്നിപ്പിക്കേണ്ടി, അങ്ങനത്തെ ഒക്കെ പല ആവശ്യങ്ങളും വരും അല്ലേ. A sound organization facilitate adjustment to changing conditions in the external environment with respect to technology, market, products, etc. അല്ലേ. നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് തന്നെ ബിസിനസിന്റെ അകത്തും ബിസിനസ്സിൽ വരുന്ന തീരുമാനങ്ങളെയും ഡിസിഷൻസിനെയും ഒക്കെ അത് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാലോ. സോ ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡ് മച്ച് നീഡഡ് സ്റ്റെബിലിറ്റി ടു ദ enterprises as it can then continue to survive and growth in spite of changes അല്ലേ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഓർഗനൈസിങ് നടക്കുന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സും കമ്മ്യൂണിക്കേഷനും റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സും ഒക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു ക്ലാരിറ്റി വരും, ഡിസിപ്ലിൻ ഉണ്ടാവും. ഡിസിപ്ലിൻ വരുമ്പോൾ അവിടെ ഒരു സൗണ്ട് മാനേജ്മെൻറ്റിലേക്ക് പോകും അല്ലേ, ഒരു എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈസി ആയിട്ട് തന്നെ മുന്നോട്ട് ഗ്രോ ചെയ്ത് പോകാൻ വേണ്ടി സഹായിക്കും. ക്ലിയർ ആണോ? അഡാപ്റ്റേഷൻ ടു ചേഞ്ച് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതിന് അഡ്മിനിസ്ട്രേഷൻ അതായത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും അല്ലെ, ഒരു ഇഫക്റ്റീവായിട്ട് അത് കറക്റ്റായിട്ട് ടാസ്ക്. ഇഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോപ്പർ ടൈമിൽ അല്ലെ, ടൈംലി കംപ്ലീഷൻ ഓഫ് എന്താണ് ടാസ്കുകളാണ് നമ്മൾ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസിംഗ് പ്രൊവൈഡ്സ് എ ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജോബ്സ് ആൻഡ് റിലേറ്റഡ് ഡ്യൂട്ടീസ്. ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ് എനേബിൾസ് പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് വർക്ക് അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു ക്ലാരിറ്റി ഉള്ളതുകൊണ്ട്, റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ക്ലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സിനെയാണ് കേട്ടോ. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ എന്താണ്, കറക്റ്റായിട്ട് പ്ലാൻ എന്ത് ചെയ്യും, നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും. എക്സിക്യൂഷൻ നടക്കും. ഒരു ടാസ്ക് ആണെങ്കിൽ കറക്റ്റ് ഏൽപ്പിക്കാൻ വേണ്ടി പറ്റും അല്ലേ. ദിസ് ഹെൽപ്സ് ടു അവോയ്ഡ് കൺഫ്യൂഷൻ ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ബ്രിങ് ഇഫക്റ്റീവ്നെസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇഫക്റ്റീവ്നെസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. ക്ലിയർ? അപ്പോൾ ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷന് ഓർഗനൈസേഷൻ സഹായിക്കും. പിന്നെ അതുപോലുള്ളതാണ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽസ് അല്ലേ. അത് മാത്രമല്ല ഡെലിഗേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഡെലിഗേഷൻ ചെയ്യപ്പെടുന്നതിലൂടെ വർക്ക് എന്താണ് ഡൗൺവേർഡ് ട്രാൻസ്ഫർ സംഭവിക്കുന്നതിലൂടെ അവിടെയുള്ള സബോർഡിനേറ്റ്സ് അല്ലെ, സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സ് ജോബ് കൊടുക്കുമ്പോൾ സബോർഡിനേറ്റ്സിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അവർ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ എന്താണ് മാനേജീരിയൽ സ്കില്ലാണ് ഡെവലപ്ഡ് ആവുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഇൻഡിവിജ്വൽസിന് ഓരോ എംപ്ലോയീസിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഓർഗനൈസിങ് പ്രോസസ്സ് നടത്തുന്നത് അല്ലേ. അപ്പോൾ ഓർഗനൈസിങ് സ്റ്റിമുലേറ്റ്സ് ക്രിയേറ്റിവിറ്റി എമംഗ് മാനേജേഴ്സ്. Through delegation, managers can get their workload reduced by assigning routine job to their subordinates. By doing so, subordinates get an opportunity to develop. Also, ഈ സുപ്പീരിയേഴ്സിന് എന്താണ് വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവർക്ക് എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ഏതാണോ അതിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ രണ്ട് കൂട്ടർക്കും സബോർഡിനേറ്റ്സിനും സുപ്പീരിയേഴ്സിനും ഒരുപോലെ എന്ത് കിട്ടുന്നുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്തിന് സഹായിക്കുന്നുള്ളതാണ്. ഓർഗനൈസിംഗ് പ്ലേസ് എ കീ റോൾ ഇൻ ഹെൽപ്പിംഗ് എ ബിസിനസ് ഗ്രോ ആൻഡ് എക്സ്പാൻഡ് അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു പല ടൈപ്പിലുള്ള ഇതിൻ്റെ അകത്തുള്ള സാധനം ഓർഗനൈസിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓർഗനൈസിങ് പ്രോസസ്സിൻ്റെ ഔട്ട്കം ആയിട്ടൊരു ഓർഗനൈസിങ് സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളൊരു മൾട്ടി പ്രോഡക്റ്റ് കമ്പനി ആണെങ്കിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രോത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ വർക്കുകളെ ഡ്യൂട്ടീസിന് റെസ്പോൺസിബിലിറ്റീസിനൊക്കെ അസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോത്തിനേക്ക് അത് കൂടുതൽ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? Organizing plays a key role in helping a business grow and expand. It gives the company the ability to try new things, take up a new challenges and go beyond a usual way of doing work അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഡെലിഗേഷൻ ചെയ്യുന്നതിലൂടെ എന്താണ്, ഇപ്പോൾ കൂടുതൽ സമയം കിട്ടുമ്പോൾ വർക്ക് ലോഡ് റെഡ്യൂസ് ആയി കിട്ടുമ്പോൾ ഈ ടോപ്പ് മാനേജേഴ്സിന് അല്ലെങ്കിൽ ടോപ്പ് മാനേജേഴ്സ് പോലെ തന്നെയുള്ള സുപ്പീരിയർ ഓഫീസേഴ്സിന് എന്താണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ സബോർഡിനേറ്റ്സിന് എന്താണ് വർക്ക് അവരുടെ വർക്ക് ഷോക്കേസ് ചെയ്യപ്പെടാനുള്ള ഒരു ചാൻസ് കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്തിനും എക്സ്പാൻഷനും എന്ത് സഹായിക്കുന്നുണ്ട്, ഓർഗനൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇമ്പോർട്ടൻസ് ക്ലിയർ ആണോ? എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ
ബെനിഫിറ്റ്സ് സ്പെഷ്യലൈസേഷൻ ആണല്ലേ. ഓർഗനൈസിങ് പ്രോസസ്സിലൂടെ നമുക്ക് സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാൻ സാധിക്കും. ക്ലിയർ. സിമിലർ നേച്ചർ ഉള്ള വർക്കാണ് പെർഫോം ചെയ്യപ്പെടുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. പിന്നെ ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ് ആണ് അല്ലേ. അതായത് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേഷനോ കൺഫ്യൂഷൻസോ ആംബിക്വിറ്റി ഇൻ ഇൻഫോർമേഷൻസിൽ അല്ലേ അത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് അഡാപ്റ്റേഷൻ ടു ചേഞ്ചസ് അല്ലേ. ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലേ. ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ സംഭവിക്കും. ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണൽ ത്രൂ എങ്ങനെയാണ് ഡെലിഗേഷൻ ഓഫ് വർക്ക് അല്ലെ. അതുപോലെ തന്നെ അവരുടെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യുന്നു. സുപ്പീരിയേഴ്സിന്റെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. പിന്നെ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് അല്ലേ. ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്താണ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നെങ്കിലും ഇട്ട് എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പഠിച്ചിരിക്കുക. കാരണം ഓർഗനൈസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ ചോദിക്കുന്നില്ല, പക്ഷെ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്ന ആള് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. ഓർഗനൈസിങ് സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതിലൂടെ അല്ലേ ആരൊക്കെ ചെയ്യണം. ഇപ്പം നമ്മൾ ഓർഗനൈസിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുന്നു, ഇന്ന വർക്കുകളാണ് ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു. ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്കാണ് അല്ലേ. അപ്പോൾ ഓരോ വർക്കുകളും നമ്മളിങ്ങനെ ഓരോരോ സെറ്റാക്കി എന്ത് ചെയ്ത് വെച്ചു? ഡിവൈഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൽ സിമിലർ നേച്ചർ ഉള്ള വർക്കുകളെ നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഗ്രൂപ്പ് ആക്കി വെക്കും അല്ലേ. സിമിലർ നേച്ചർ ഉള്ളതിനെ ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പ് ആക്കി വെക്കും. എന്നിട്ട് അതിനെന്ത് ചെയ്യും? ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ആക്കി വെക്കും അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ആക്കി വെക്കും. എന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് എന്താണ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഡ്യൂട്ടി ആദ്യം അസൈൻ ചെയ്യും. ഇവിടെ ഉള്ളവരെ ഓരോ ഡിപ്പാർട്ട്മെന്റും ആക്കിയല്ലോ. ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ ജോലികളാണെന്നുള്ളത് നമ്മൾ എന്താക്കി അസൈൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ചെയ്യുന്നു അല്ലേ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ വർക്ക് ഉണ്ടെന്ന് നമ്മൾ നോക്കി അതിനനുസരിച്ച് സിമിലർ നേച്ചർ ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആക്കി വെക്കുന്നു അല്ലേ. ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആക്കി വെക്കുന്നു. അവർക്ക് എന്താണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡ്യൂട്ടീസ് ചെയ്യാനുള്ള ആൾക്കാർ അസൈൻ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ എന്താണ് ഒരു റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് അല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവരായിട്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ നമ്മളിങ്ങനെ ഓർഗനൈസിങ് പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന അതിൻ്റെ ഔട്ട്കമ്മിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഓർഗനൈസിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഓർഗനൈസിങ് പ്രോസസ്സിന്റെ ഔട്ട്കമ്മിനെയാണ് നമ്മൾ ഓർഗനൈസിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ? സെറ്റ് ആണോ? ഓർഗനൈസിങ് സ്ട്രക്ചർ ഇസ് ദ റിസൾട്ട് ഓഫ് ദ ഓർഗനൈസിങ് പ്രോസസ്. ഇറ്റ് റെഫേഴ്സ് ദ വേ അല്ലെ. എന്താണ് ഒരു ബിസിനസ്സിലെ ഓർഗനൈസിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? എന്തിനെയാണ് നമ്മൾ ഓർഗനൈസിങ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. എങ്ങനെ? അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദ വേ task, responsibilities and roles are arranged within a company directed to achieve the goal of an organization. ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പനിയിലെ ആ ഓർഗനൈസേഷനിലെ ടാസ്കുകൾ, റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരുടെ റോളുകൾ എന്തൊക്കെയാണ് എന്നുള്ള ഏതാള് ഏത് രീതിയിൽ എന്ത് റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ എന്നുള്ളതിനെ എന്താ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ആൻ എഫക്റ്റീവ് സ്ട്രക്ചർ വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ എന്റർപ്രൈസസ്. ക്ലിയർ? ഇപ്പം നമ്മളൊരു മൾട്ടി പ്രോഡക്ട്സ് ഉള്ള കമ്പനി, ഇപ്പം എൻ്റെ കമ്പനിയിൽ 4 തരം പ്രോഡക്ട്സ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ ജ്വാല ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ 4 രീതിയിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിലുള്ള സ്ട്രക്ചർ ആയിരിക്കും ഫോളോ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം, ഡിവിഷണൽ സ്ട്രക്ചർ ആണ് അല്ലേ. ഞാൻ അവിടെ ഫങ്ഷണൽ സ്ട്രക്ചർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായി പോകും അല്ലേ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറിലൂടെയാണ് നമ്മുടെ ബിസിനസ്സിന് എന്ത് കിട്ടുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് സംഭവിക്കുന്നത് അല്ലേ. ക്ലിയർ അല്ലേ? എന്താണ് ഓർഗനൈസിങ് സ്ട്രക്ചർ എന്നുള്ളത്? ക്ലിയർ ആണോ? അപ്പം നമ്മൾ നേരത്തെ ഈ ഓർഗനൈസിങ് സ്ട്രക്ചർ ക്ലിയർ ചെയ്ത സമയത്ത് നമ്മൾ ഇയാളുടെ താഴെ ഇത്ര ആൾക്കാർ, ചിലപ്പോൾ ഇയാളുടെ താഴെ ആകെ 3 പേര് മതിയാവും. ചിലപ്പോൾ ഇയാളുടെ താഴെ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വേണ്ടി വരും അല്ലേ. ഇങ്ങനെയൊക്കെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രക്ചർ ചെയ്യുന്നുണ്ടാവും അല്ലേ. ചില ഡിപ്പാർട്ട്മെന്റ് കുറേ ആൾക്കാരുണ്ടാവും, ചില ഡിപ്പാർട്ട്മെന്റ് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഓർഗനൈസിങ് സ്ട്രക്ചറിൽ വരുന്ന ഒരാളാണ്
എന്ത് പറയുന്നത്? സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ എന്തായിരിക്കില്ല, ചിലപ്പോൾ ഒരേപോലെ ഈക്വൽ ആയിട്ടായിരിക്കില്ല നമ്മൾ എംപ്ലോയീസിനെ കൊടുത്തിട്ടുണ്ടാവുക. ചില സ്ഥലങ്ങളിൽ കൂടുതൽ എംപ്ലോയീസും ചില സ്ഥലങ്ങളിൽ കുറച്ച് എന്ത് മതി, എംപ്ലോയീസും മതിയാവും അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നമ്മുടെ സബോർഡിനേറ്റ്സിനെ സുപ്പീരിയേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ സ്പാൻ ഓഫ് മാനേജ്മെന്റ് റെഫേഴ്സ് ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ അല്ലേ. അപ്പോൾ ഒരു സുപ്പീരിയർക്ക് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിന്റെ എണ്ണത്തിനെ നമ്മൾ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഓരോ സബോർഡിനേറ്റ്സും ഞാൻ കുഞ്ഞു കുഞ്ഞു ആൾക്കാരെ വെച്ചാണ് കൊടുക്കണേന്ന് വിചാരിക്കുക. അതായത് ഓക്കെ, അതായത് ഞാനിതാ ഇവിടെ ഇപ്പോൾ എത്ര ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഇപ്പം അതിൽ ഒരു സബോർഡിനേറ്റ്, അയാൾക്ക് ഞാനിതാ ഇത്രയും ആൾക്കാരെ കൊടുത്തു, 3 ആൾക്കാരെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ ഇത് അത്യാവശ്യം വലിയതാണെങ്കിൽ ഞാൻ വീണ്ടും ഇയാളുടെ കീഴിൽ വീണ്ടും കുറേ ആൾക്കാരെ കൊടുക്കുന്നു, ഇയാളുടെ കീഴിലും കുറേ ആൾക്കാരെ കൊടുക്കുന്നു. ഓക്കെ, ഇതേപോലെ എന്ത് ചെയ്യുന്നു, വീണ്ടും അല്ലേ ഓരോരുത്തരെങ്ങനെ, ഇത് കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, നാരോ സ്പാൻ ഓഫ് മാനേജ്മെന്റ് അല്ല. കുറച്ച് ആൾക്കാരെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഈ സ്ട്രക്ചറിന്റെ ലെവൽ ഉണ്ട്, 1, 2, 3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടുതൽ ലെവലുകൾ വരും അല്ലേ. ഒരു ടോൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ, ഒരു നീളം കൂടിയ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിരിക്കും വരിക. ഇനി അതല്ലാതെ ഞാൻ കുറേ ആൾക്കാരെ കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ മൊത്തത്തിൽ ഒരു 100 പേരാണ് എൻ്റെ കമ്പനി ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും 10 പേരെ 10 ആൾക്കാരായിട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, കുറച്ച് നീളം കൂടുതലായിരിക്കും അല്ലേ. ഇനി അതേ ആൾക്കാരെ ഞാൻ 20 പേരെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 5 ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്താൽ മതി. ഓക്കെ, 5 ഡിപ്പാർട്ട്മെന്റിൽ 20 പേര്, മറ്റേത് 10 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇവിടെ 5 ഡിപ്പാർട്ട്മെന്റ് ആയി അല്ലേ. അപ്പോൾ അങ്ങനെ എന്താണ്, നാരോ സ്പാൻ ഓഫ് മാനേജ്മെന്റ് ഉണ്ട്, വൈഡർ സ്പാൻ ഓഫ് മാനേജ്മെന്റും ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ നാരോ ആണ് അല്ലേ, ടോൾ ആയിട്ട് വരും. അപ്പോൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വൈഡർ എന്ന് പറയുന്നത്. ക്ലിയർ? സെറ്റ് റെഡിയാണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? സെറ്റ് ആണോ? പറയടാ, ക്ലിയർ ആണോ എന്ന് പറഞ്ഞത് മനസ്സിലായോ ഇല്ലയോ? സെറ്റാണ്. അങ്ങനെയാണ് ഞാൻ അടുത്തതിലേക്ക് പോട്ടെ. സ്പാൻ ഓഫ് മാനേജ്മെന്റ് ക്ലിയർ ആണല്ലോ? നിങ്ങൾ കാര്യമായ കാര്യം അവിടെ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇനിയെങ്കിലും എക്സാമിൻ്റെ ഈ ഒരു തലേ ദിവസം വന്നെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാതിരുന്നൂടെ? ഓക്കെ, സെറ്റ്. അങ്ങനെ 2 ടൈപ്പ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് വരുന്നത്. ഫങ്ഷണലും ഉണ്ട്, ഡിവിഷണലും ഉണ്ട് അല്ലേ. അപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഫങ്ഷൻസിനെ വർക്കിന്റെ ബേസിലാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, വർക്കുകളുടെ ബേസിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടു, ഇവിടെ ഫങ്ഷൻസിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇത് വരയ്ക്കാൻ പഠിക്കണേ, ഇത് വരയ്ക്കാൻ വേണ്ടി പഠിക്കണം കേട്ടോ. അവർ ചിലപ്പോൾ നിങ്ങളോട് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ചോദിക്കും, അപ്പോൾ വരയ്ക്കാൻ വേണ്ടി പറ്റണം. ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേർ ഇൻ എ ഗ്രൂപ്പിംഗ് ഓഫ് ജോബ് സിമിലർ similar nature under functions alle. These major functions are organized as separate departments. All departments report to a coordinating head alle. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫങ്ഷൻസിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അവരെ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അവിടെ ഒക്കെ ഒരു ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സിനെയും കൊടുക്കും. ക്ലിയർ? അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് പ്രൊമോട്ട് എഫിഷ്യൻസി ഇൻ യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ ആൻഡ് ആർ ഏബിൾ ടു ഇംപ്രൂവ് പെർഫോമൻസ്, പ്രൊമോട്ട് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് വിത്തിൻ ദ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഓരോ വർക്കുകളെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാൻ പവറിനെ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഫിഷ്യൻസി കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല, ക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഫങ്ഷൻസിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് ദിസ് റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് പ്രോഫിറ്റ് അല്ലേ. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് മാനേജീരിയൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്?
കാരണം ഇവിടെ ഫങ്ഷൻസിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, വർക്കുകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെ ഒരേ നേച്ചറുള്ള സിമിലർ നേച്ചറുള്ളതിനെ ഗ്രൂപ്പ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണ് മാനേജീരിയൽ എഫിഷ്യൻസി എന്തായിരിക്കും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലീഡ്സ് ടു മിനിമൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട് വിച്ച് റിസൾട്ട് ഇൻ എക്കണോമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ദസ് ലോവർ കോസ്റ്റ് അല്ലേ. അതായത് അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല അല്ലെ. വർക്ക് സിമിലർ നേച്ചറുള്ള വർക്കുകൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അവിടെ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പും ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഡ്യൂപ്ലിക്കേഷന്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ മേക്സ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ഈസിയർ ആസ് ദ ഫോക്കസ് ഈസ് ഓൺലി ഓൺ എ ലിമിറ്റഡ് റേഞ്ച് ഓഫ് സ്കിൽസ് അല്ലേ. പിന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് അവരെ മാനേജീരിയൽ ട്രെയിനിങ് കൊടുക്കാൻ എളുപ്പമായിരിക്കും അല്ലേ. അതായത് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ മതി. അവിടെ അവർക്ക് എന്ത് കൊടുക്കണ്ട, പ്രൊഡക്ഷന്റെ കാര്യം പഠിപ്പിച്ചു കൊടുക്കണ്ട, മറ്റു കാര്യങ്ങളൊന്നും പഠിപ്പിക്കണ്ട. അതുകൊണ്ട് തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും അല്ലേ. പിന്നെ എൻഷുർ ദാറ്റ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഗെറ്റ് ഡ്യൂ അറ്റൻഷൻസ് അല്ലേ. പിന്നെ ഓരോ ഫംഗ്ഷൻസിനും അതിൻ്റെതായിട്ടുള്ള അറ്റൻഷൻ കിട്ടുന്നുണ്ട്, വേണ്ടത്ര ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. കാരണം സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെ. നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടല്ലേ, നെഗറ്റീവ് ഉണ്ട് അല്ലേ. Pursuing departmental interest at the cost of organizational interest can also hinder the interaction between two or more departments അല്ലേ. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ്സുകൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റു ഡിപ്പാർട്ട്മെന്റിനെ തോപ്പിക്കണം അങ്ങനെയുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഓർഗനൈസേഷനെ ബാധിക്കും അല്ലേ. അപ്പൊ നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ഇൻട്രസ്റ്റ് അല്ലെ, നമ്മൾ ഇതിന്റെ ഭാഗമാണ്, നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഭാഗത്തുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇറ്റ് മേ ലീഡ് ടു ഇൻഫ്ലെക്സിബിലിറ്റി ആസ് പീപ്പിൾ വിത്ത് സെയിം സ്കിൽസ് ആൻഡ് നോളജ് ബേസ് മേ ഡെവലപ്പ് എ നാരോ പെർസ്പെക്റ്റീവ് ആൻഡ് ദസ് ഹാവ് ഡിഫിക്കൽട്ടി ഇൻ അപ്രിഷിയേറ്റിംഗ് എനി അതർ പോയിന്റ് ഓഫ് വ്യൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവർക്ക് സിമിലർ നേച്ചർ വർക്ക് ചെയ്യണത് കൊണ്ട് തന്നെ അവരെന്തായിരിക്കും മറ്റേ പൊട്ടക്കൻറ്റിലെ തവളകൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യം മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതിനപ്പുറത്തേക്ക് അവർക്ക് മാനേജ് ചെയ്യാനോ അതിനെക്കുറിച്ചുള്ള സ്കില്ലുകൾ അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു നാരോ പെർസ്പെക്റ്റീവിലുള്ള മാനേജീരിയൽ സ്കിൽ ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്, വൈഡർ ലെവലിലേക്ക് വരുന്നില്ല. ക്ലിയർ. പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് വരും അല്ലേ. അതായത് പരസ്പരം ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി കഴിഞ്ഞെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ കോർഡിനേഷൻ വർക്ക് ആവാണ്ട് വരും. ഓക്കെ, അപ്പോൾ എ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് മേ റൈസ് വെൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ടു ഓർ മോർ ഡിപ്പാർട്ട്മെന്റ്സ് ആർ നോട്ട് കോമ്പറ്റബിൾ അല്ലേ. ഓക്കെ, അവർക്ക് രണ്ടുപേർക്കും പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നല്ല കോർഡിനേഷനിൽ പോയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്തുള്ളൂ. ഇപ്പോൾ അവിടെ ഇവിടെ ഇൻട്രസ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഇന്റർ ഡിപ്പാർട്ട്മെന്റിലെ കോൺഫ്ലിക്ട് ക്യാൻ ഓൾസോ അറൈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ക്ലിയർ സെപ്പറേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിലെല്ലാം എന്തുണ്ടായിരിക്കും ബുദ്ധിമുട്ട് വരാൻ വേണ്ടി തുടങ്ങും അല്ലേ. പിന്നെ ഇറ്റ് മേ ലീഡ് ടു പ്രോബ്ലം ഇൻ കോർഡിനേഷൻ ആസ് ഇൻഫർമേഷൻ ഹാസ് ടു ബി എക്സ്ചേഞ്ച് അക്രോസ് ദ ഫങ്ഷണലി ഡിഫറൻഷിയേറ്റഡ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലേ. അതുപോലെ തന്നെ അങ്ങോട്ട് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനിലെല്ലാം എന്ത് വരും, ബ്ലോക്ക് വരും, ഹിൻഡ്രൻസ് വരും, അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ നെഗറ്റീവുകളാണ്. ഇനി ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മോർ സ്യൂട്ടബിൾ വെൻ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇസ് ലാർജ് അല്ലേ. അതേപോലെ തന്നെ ഒത്തിരി ഫങ്ഷൻസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ, ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ, അതുപോലെ വലിയ ഓർഗനൈസേഷൻ പക്ഷെ നമ്മളൊരു ഒറ്റ പ്രൊഡക്റ്റേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് പറ്റിയ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെ അങ്ങനെയുള്ള ഓർഗനൈസേഷന് പറ്റിയ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഫങ്ഷണൽ സ്ട്രക്ചറാണ്. ക്ലിയർ, സെറ്റ്. ഇനി ഇതേപോലെ രണ്ടാമത്തെ ഒരു സ്ട്രക്ചറാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഫങ്ഷൻസിനെ അല്ല നമ്മൾ കൊടുക്കുന്ന പ്രോഡക്ട്സിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഡിവൈഡ് ചെയ്തിട്ട് ആ പ്രോഡക്ട്സിനാണ് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ, സെറ്റ്. Enterprises which have more than one category of products to offer. This is because every organization perform a set of homogeneous functions in a divisional structure. The organization structure comprises of separate business unit or divisions. Each unit has a divisional manager responsible for performance and who has authority over the unit. അല്ലേ, ഇവിടെ എങ്ങനെയാണ് ഡിവിഷണൽ സ്ട്രക്ചർ വരുന്നത്? അതായത് നമുക്ക് പ്രോഡക്ട്സിനെയാണ് അല്ലേ, പ്രോഡക്ട്സിനെ വെച്ചിട്ടാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഡിവിഷനിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്താണ് കുറെ പ്രോഡക്ട്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, P1 ഇവിടെ അതൊക്കെ ഓരോരോ പ്രോഡക്ട്സ് ആണെന്ന് വിചാരിക്കുക. ഈ പ്രോഡക്ട്സിന്റെ കീഴിൽ എന്ത് വരുന്നു, ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നല്ലോ. ഇതിന്റെ കീഴിൽ എന്തുണ്ടായിരിക്കും, ഫങ്ഷൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പൊ മാർക്കറ്റിംഗ്,
അതുപോലെ തന്നെ HR, അതുപോലെ പ്രൊഡക്ഷൻ, പിന്നെ ഫിനാൻസ്, റിസർച്ച്, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അതേപോലെ ഇവിടെയും ഉണ്ടാവും ഇതേ സെയിം ഫങ്ഷൻസ് ആണ് അല്ലേ. ഈ പ്രൊഡക്ഷൻ എന്ത് വേണം? മാർക്കറ്റിംഗ് വേണം, അതുപോലെ HR ഉണ്ടായിരിക്കും, അതേപോലെ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, റിസർച്ച് ഉണ്ടായിരിക്കും, ഫിനാൻസ് ഉണ്ടായിരിക്കും അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെയും കറക്റ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഏതെന്ന് പറയുന്നത് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ പ്രോഡക്ട്സിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ, അഡ്വാൻറ്റേജസിലേക്ക് പോയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് product specialization helps in the development of varied skills in the divisional head and this operate him for higher positions. പിന്നെ ഇവിടുത്തെ ഹെഡുകൾ എന്ന് പറയുന്നത് അല്ലേ, ഇതിൻ്റെ ഒക്കെ ഹെഡ് എന്ന് പറയുമ്പോൾ ഒരാളായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഹെഡ് ഒരാളാണ്. ഓക്കെ, ഇതിൻ്റെ ഹെഡ് ഒരാൾ, ഇതിൻ്റെ ഹെഡ് ഒരാൾ, ഇതിൻ്റെ ഒരു ഹെഡ് ഒരാൾ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഈ ആൾക്ക് ഇതിൻ്റെ ഒരു മാനേജറിയൽ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കെന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടുത്തെ എല്ലാ ഫംഗ്ഷൻസിനെയും അയാൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ ഫംഗ്ഷൻസിനെയും അയാൾ മാനേജ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ അയാൾ കുറച്ചൊരു വൈഡർ സ്കോപ്പാണ് കിട്ടുന്നത്. മറ്റേതിൽ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ടോപ്പ് മാനേജ്മെന്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻസിനെ മാത്രമേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ? റെഡിയാണോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇപ്പോൾ ഡിവിഷണൽ ഹെഡ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ പ്രോഫിറ്റ് ആസ് റവന്യൂ ആൻഡ് കോസ്റ്റ് റിലേറ്റഡ് ടു ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ക്യാൻ ബി ഈസിലി ഐഡന്റിഫൈഡ് ആൻഡ് അസൈൻ ടു ദെം അല്ലേ. അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡുകൾക്ക് എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിൻ്റെയും ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് 1ന്റെ ഹെഡിന് എന്താണ്, ഇപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ HR-ൻ്റെയും അതുപോലെ പ്രൊഡക്ഷൻ്റെയും റിസർച്ചിൻ്റെയും ഫിനാൻസിൻ്റെയും ഒക്കെ സെപ്പറേറ്റ് കോസ്റ്റ്, അവിടുന്ന് വരുന്ന റവന്യൂ, എവിടെയാണ് പ്രശ്നം പറ്റിയത്, എവിടെയാണ് മോശം വന്നതെന്ന് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? പിന്നെ it promote flexibility അല്ലേ. It promote flexibility and initiative because each division functions as a autonomous unit which leads to faster decision making. പിന്നെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡുകളൊക്കെ എന്താണ്, ഒരു ഓട്ടോണോമസ് ആണ്, അവർക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ. മുഴുവനായിട്ടല്ലെങ്കിൽ പോലും, പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും കുറേയൊക്കെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി അവരുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇറ്റ് ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ആസ് ന്യൂ ഡിവിഷൻ ക്യാൻ ബി ആഡഡ് വിത്തൗട്ട് ഇന്ററപ്റ്റിംഗ് ദ എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻ ബൈ മിയർലി ആഡിങ് അനദർ ഡിവിഷണൽ ഹെഡ്സ് അല്ലേ. പിന്നെ അവർക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി പല ഡിപ്പാർട്ട്മെന്റ്സ് ആക്കി നമ്മൾ തിരിച്ചു വെച്ചു. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഒരു പുതിയ പ്രോഡക്റ്റ് 5 എന്ന് പറഞ്ഞ ഒരു പുതിയ സാധനത്തിന് ആഡ് ചെയ്തു എന്ന്, ഒരു പ്രോഡക്റ്റ് 5 എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്തു എന്ന് വിചാരിച്ച് ഇതിനെയൊന്നും അത് ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിയ പ്രോഡക്ട്സ് ആഡ് ചെയ്യാൻ, ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആരാണ്? ഈ ഒരു ഡിവിഷണൽ സ്ട്രക്ചർ ആണല്ലേ. ക്ലിയർ അല്ലേ? സെറ്റ്. ഇനി അതേപോലെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കണം. പറയുന്നതെല്ലാം ക്ലിയർ ആണല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കണേ. ഇനി നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ചോദിക്കണം എന്ന് പറയുന്നത്. സെറ്റ്. ഇനി നമ്മൾ അറിയേണ്ടത് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. നമ്മളിത് ഫോളോ ചെയ്യണോണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ വെച്ചാൽ കോൺഫ്ലിക്റ്റ് വരല്ല, പല പ്രോഡക്ട്സുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാം. കോൺഫ്ലിക്റ്റ് മേ അറൈസ് among different divisions with the reference to allocation of fund and further particular division may be seeks to maximize its profit at the cost of other divisions അല്ലേ. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫണ്ട് അനുവദിച്ച് കൊടുക്കുന്നതിൽ, റിസോഴ്സസ് ഒക്കെ അനുവദിച്ച് കൊടുക്കുന്നതിലൊക്കെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുമിടി ആവാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇറ്റ് മേ ലീഡ് ടു ഇൻക്രീസ് ഇൻ കോസ്റ്റ് സിൻസ് ദ മേ ബി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് അക്രോസ് ദ പ്രോഡക്ട്സ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫങ്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവിടെ എങ്ങനെയാണ് ഇമ്പോർട്ടൻസ്, പ്രോഡക്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്ലാരിറ്റിയോ കാര്യങ്ങളോ അത്രത്തോളം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവിടെ ഡ്യൂപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് മാനേജേഴ്സ് വിത്ത് ദ അതോറിറ്റി ടു സൂപ്പർവൈസ് ഓൾ ആക്ടിവിറ്റീസ് റിലേറ്റ് ടു എ പെർട്ടിക്കുലർ ഡിവിഷൻ. പിന്നെ അവർക്ക് എന്താണ്, ഇപ്പം ഒരു പ്രൊഡക്റ്റിന്റെ ഹെഡായിട്ട് ചുമതലപ്പെടുത്തുമ്പോൾ അയാൾക്ക് കംപ്ലീറ്റ് അതോറിറ്റി കൊടുക്കുന്നുണ്ട് അല്ലേ. ഒരു നെഗറ്റീവ് ആണ് ശരിക്കും. ഇൻ കോഴ്സ് ഓഫ് ടൈം സച്ച് മാനേജർ മേ ഗെയിൻ പവർ ആൻഡ് ഇൻ എ ബിഡ് ടു അസേർട്ട് his independence may ignore organizational interest. പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് അയാൾ എന്തായിരിക്കും, അയാൾ അതിൽ ഓവറായിട്ടുള്ള ഓട്ടോണമി കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള ബിസിനസ്സിൽ നിന്ന് മാറിക്കൊണ്ട് അയാൾ അവിടെ എന്താണ്, അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ? സെറ്റ്.
റെഡി? അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ നെഗറ്റീവ് ആണ് അല്ലേ? പിന്നെ ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒന്നിൽ കൂടുതൽ ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് പറ്റിയ ഒരു ഫോമാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെയും ഡിഫറൻസ് നിങ്ങൾ നോക്കണം. അതായത് ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഫങ്ഷണൽ സ്ട്രക്ചർ എങ്ങനെയാണ്? ഫംഗ്ഷൻസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ബേസ്ഡ് ഓൺ പ്രോഡക്റ്റ് ലൈൻ ആണ്. പിന്നെ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ ആണെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ആയിരിക്കും. ഇനി മാനേജറിയൽ ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നാരോ പെർസ്പെക്റ്റീവിലുള്ള മാനേജറിയൽ സ്കില്ലായിരിക്കും. കാരണം അവർക്ക് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയനെ മാത്രമേ അറിയുള്ളൂ. ഇവിടെ ഈസിയർ ആണ് കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. പിന്നെ അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു ഫിക്സ് ഓൺ എ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷണൽ സ്ട്രക്ചറിനകത്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു മൾട്ടി പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ കമ്പനി ഫങ്ഷണൽ സ്ട്രക്ചർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏത് പ്രോഡക്ട്സിൽ എവിടുത്തെ മാർക്കറ്റിങ്ങിലാണ് പ്രശ്നം വന്നത്, എന്തുകൊണ്ട് നമ്മളത് കുറഞ്ഞു എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടെ ഈസി ആയിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സെപ്പറേറ്റ് പ്രോഡക്ട്സ് ഒക്കെ ആയിട്ടാണല്ലോ പോകുന്നത്. പിന്നെ കോസ്റ്റിന്റെ ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ കോസ്റ്റ് വളരെ കുറവായിരിക്കും. കാരണം ഒരൊറ്റ ഫങ്ഷൻസ് അങ്ങനെ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് വരുന്നുള്ളൂ. ഇവിടെ കുറേ പ്രോഡക്ട്സും അതിൻ്റെ അടിയിൽ കുറേ ഡിപ്പാർട്ട്മെന്റ് വരുന്നതുകൊണ്ട് കോസ്റ്റ് ഇൻക്രീസ് ആവും. പിന്നെ കോർഡിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഉള്ള കമ്പനിക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും ഫങ്ഷണൽ സ്ട്രക്ചർ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. ഇവിടെ അങ്ങനെയുള്ള കമ്പനികൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കോർഡിനേറ്റ് ചെയ്യാം. ക്ലിയർ? ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ആളാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഡിവിഷണൽ സ്ട്രക്ചറും ഫങ്ഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, മുന്നോട്ട് പോവാം എന്നാണെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചറിലേക്ക് പോവാം. ക്ലിയർ? റെഡിയാണോ? സെറ്റാണോ? റെഡി എന്നാണെങ്കിൽ ഒന്ന് പറഞ്ഞേ. സെറ്റ്. ക്ലിയർ? സെറ്റ്. റെഡി? ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ അല്ലേ, ടേബിൾ മൊത്തത്തിലാണോ പറയേണ്ടത്? അതൊന്ന് നിങ്ങൾ പെട്ടെന്ന് ലാസ്റ്റത്തത് ഇപ്പോൾ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണമെന്നില്ല. ഞാൻ കുറേ പോയിന്റ്സ് പറയണില്ലടാ. അപ്പോൾ അതൊന്ന് സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട് അല്ലേ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മളിവിടെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എവിടെ പോയി? ഇവിടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, നമ്മളിവിടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ്, ഓരോരോ ഹെഡ്, അവരുടെ സുപ്പീരിയർ, സബോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലേ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കമ്മ്യൂണിക്കേഷൻ നടക്കും. ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വർക്ക് റിലേറ്റ് ചെയ്ത് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ആക്കി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇയാളോ ഇത്ര ആൾക്കാരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഇവർ ഇത്ര ആൾക്കാർ ഇയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് വർക്ക് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാനലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അല്ലാതെ ഇവരൊക്കെ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരല്ലേ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ടോക്കുകളും വരും അല്ലേ, ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കും. അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസിന്റെ അകത്ത് ഫോർമലും ഇൻഫോർമലും ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിനെ കുറിച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ which is designed by the management to accomplish a particular task. ഒരു particular task accomplish ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസിങ്ങിൻ്റെ ഡെപ്യൂട്ടി ലെവലിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഹൈ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയാം. ഇവിടെ എന്ത് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ? ഇറ്റ് സ്പെസിഫൈ clearly the boundaries of authority and responsibility, and it also define rules and procedures of the organization. ഓർഗനൈസേഷനിലെ അവരുടെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതേപോലെ തന്നെ അതോറിറ്റി, ബൗണ്ടറീസ്, പവർ, ഇങ്ങനത്തെ എല്ലാം സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും?
ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഇറ്റ് സ്പെസിഫൈ ദ റിലേഷൻഷിപ്പ് among വേരിയസ് ജോബ് പൊസിഷൻസ് ആൻഡ് ക്ലാരിഫൈ whom has to report and വൈസ് വേഴ്സ അല്ലേ. അതേപോലെ തന്നെ ആരോട് റിപ്പോർട്ട് ചെയ്യണം, ആരിൽ നിന്ന് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഓർഡേഴ്സ് എടുക്കണം എന്ന് തീരുമാനിക്കുന്ന കറക്റ്റ് ക്ലാരിറ്റി ഇവിടെ ഉണ്ടായിരിക്കും. ക്ലിയർ. അതേപോലെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. ഇതിൽ കറക്റ്റ് എന്ത് പറയുന്നുണ്ടാവും? ഇറ്റ് ലേസ് ഡൗൺ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിച്ച് ആക്ട് ആസ് എ മീൻസ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ആയിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും അവർ നിർബന്ധമായിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബൈ ദ ടോപ്പ് മാനേജ്മെന്റ് ടു ഫെസിലിറ്റേറ്റ് സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. എന്തിനു വേണ്ടിയാണ് ഇവർ ഡെലിബറേറ്റ് ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്തത്? അത് സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പിന്നെ എഫേർട്സ് കോർഡിനേഷൻ ഉണ്ടായിരിക്കും അല്ലേ. എഫേർട്ട് കോർഡിനേറ്റഡ്. എഫേർട്സിനെ കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എഫേർട്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ കോർഡിനേറ്റഡ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ത്രൂ ഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷനിലൂടെ നമ്മുടെ വർക്കിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിടുന്ന എഫേർട്സ് ആണ് അല്ലേ. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ. പിന്നെ എന്താണ്? എംഫസൈസ് ഓൺ വർക്കിനെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് എംഫസൈസ് ജോബ് ഓർ പൊസിഷൻസ് ആൻഡ് നോട്ട് ഇൻഡിവിജ്വൽ ആൻഡ് ദയർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് അല്ലെ. ഇവിടെ എങ്ങനെയാണ്? വർക്കിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ മറ്റെന്തിനെയല്ല, ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളെ അല്ല. അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഫോളോ ചെയ്ത് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഈസിയർ ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി അല്ലേ. നമുക്ക് കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എവിടെ പെശക് പറ്റി, എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നന്നായി ചെയ്തത് എന്ന് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻ ക്ലിയർലി ഡിഫൈൻഡ് ആണ്. പിന്നെ അവോയ്ഡൻസ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ് അല്ലേ. പിന്നെ റോൾ ഓഫ് ഈച്ച് മെമ്പേഴ്സ് ഇസ് ക്ലിയർലി സ്പെസിഫൈ ചെയ്തതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിരിക്കില്ല. യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കും. കാരണം കമ്മ്യൂണിക്കേഷൻ ത്രൂ എസ്റ്റാബ്ലിഷ്ഡ് ചെയിൻ ഓഫ് കമാൻഡ് വഴി ആയതുകൊണ്ട് തന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടായിരിക്കും. ഇനി ഇതിൽ നെഗറ്റീവ്സ് ലിമിറ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊസീജറൽ ഡിലേ ഉണ്ടായിരിക്കും അല്ലേ. കമ്മ്യൂണിക്കേഷൻ ത്രൂ എസ്റ്റാബ്ലിഷ്ഡ് ചെയിൻ ഓഫ് കമാൻഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ലീഡ്സ് ടു പ്രൊസീജറൽ ഡിലേ. അങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് സ്റ്റെപ്പ് ബൈ ആയിട്ട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നോ ക്രിയേറ്റിവിറ്റി ആണ്. കാരണം നമ്മുടെ അതോറിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അതോറിറ്റിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും. എക്സ്ട്രാ നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് അവിടെ വില പോവില്ല അല്ലേ. അപ്പോൾ റിജിഡ് പോളിസീസ് നെവർ അലോ ഡീവിയേഷൻസ് ആണ്. നോ സ്കോപ്പ് ഓഫ് ക്രിയേറ്റിവിറ്റി. പിന്നെ മോർ എംഫസൈസ് ഓൺ സ്ട്രക്ചർ ആൻഡ് വർക്കിനും അതിൻ്റെ സ്ട്രക്ചറിനാണ് അവിടെ എപ്പോഴും എന്ത് ചെയ്യുന്നത്? എംഫസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓൺലി ജോബ് ആൻഡ് നോട്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആണ്. അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സ്പോണ്ടേനിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവും, ഗ്രൂപ്പ് നോംസ് ഉണ്ടാവും, ഇൻഡിപെൻഡൻറ്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും, സ്പോണ്ടേനിയസ് ആണ്, നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നിലേക്കും പോയാൽ പേഴ്സണൽ ഇന്ററാക്ഷൻ ആണ് അല്ലേ. അതായത് നമുക്ക് നമ്മുടേതായ കാര്യങ്ങളാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ, ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ തോന്നുന്നു അല്ലെ, നമ്മുടെ ഇഷ്ടങ്ങൾ, കാര്യങ്ങൾ, ഇൻട്രസ്റ്റ് ഒക്കെയാണ് അവിടെ സംസാരിക്കുക. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം വിത്തിൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ ആസ് എ റിസൾട്ട് ഓഫ് പേഴ്സണൽ ഇന്ററാക്ഷൻ അമംഗ് എംപ്ലോയീസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണം, ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫോർമൽ ഓർഗനൈസേഷൻ്റെ അകത്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് കിട്ടി, അതിൻ്റെ അകത്ത് ഇരുന്ന് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാർ തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ ഗ്രൂപ്പ് നോംസ് ഉണ്ട് അല്ലെ, ഗ്രൂപ്പ് മാനദണ്ഡങ്ങൾ ഉണ്ടാവും. സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ ഇവോൾവ് ഫ്രം ഗ്രൂപ്പ് നോംസ് ആൻഡ് നോട്ട് ഫ്രം ഒഫീഷ്യലി ലേ ഡൗൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇവിടെ മറ്റേതിൽ നമുക്ക് ഫോർമൽ ഓർഗനൈസേഷനിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല, എങ്ങനെയൊക്കെ കറക്റ്റ് നോംസ് ഉണ്ടാവും അല്ലേ. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ സംസാരിക്കുക, ഒരാൾക്കാർ അനുസരിച്ചാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇന്റർഡിപെൻഡന്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? മറ്റേത് സുപ്പീരിയർ സബോർഡിനേറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബേസിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർഡിപെൻഡൻ്റ് ആണ്. ഇന്റർഡിപെൻഡന്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് സ്പെസിഫൈഡ് ഡയറക്ഷൻ ആർ ഫോളോ ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സ് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ളവരോട് നമ്മൾ സംസാരിക്കും, അവിടെ ഇന്ന ആൾക്കാരോട് സംസാരിക്കാൻ പാടും, അങ്ങനെയൊന്നുമില്ല. മറ്റേത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഈ ഗ്രൂപ്പിലുള്ള ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉള്ളവരായിട്ട് കമ്പനി വെക്കരുത്, അങ്ങനെയൊക്കെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ
ഒക്കെ കമ്പനികൾ ഫോളോ ചെയ്യും അല്ലേ. ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇവിടെ കുറച്ചുകൂടി ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ സ്പോണ്ടേനിയസ് ആണ്. സ്പോണ്ടേനിയസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ എന്താണ് സ്വതസിദ്ധമായിട്ടല്ലേ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് അതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ്. ഇറ്റ് എമേർജസ് സ്പോണ്ടേനിയസ്ലി ആൻഡ് ഇസ് നോട്ട് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ബൈ ദ മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല, അവിടെ വർക്കേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ക്രിയേറ്റ് ആവുന്നതാണ്. പിന്നെ നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് ഇൻഡെഫിനിറ്റ് ആൻഡ് has no structure because it is a complex network of social relationship among members. ഇവിടെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇന്നൊരു ലെവലിലാണ് കമ്മ്യൂണിക്കേഷൻ പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപണഞ്ഞൊക്കെ കിടക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ സ്പീഡായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കും അല്ലേ. കമ്മ്യൂണിക്കേഷൻ സ്പീഡായിരിക്കും. നോ എസ്റ്റാബ്ലിഷ്ഡ് ചെയിൻ ഓഫ് കമാൻഡ് ആൻഡ് എൻഹാൻസ് സ്പീഡി കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനി ഫുൾഫിൽ സോഷ്യൽ നീഡ്സ് അല്ലേ. സോഷ്യൽ നീഡ്സ് ആണ് നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ് ഹൈറാർക്കി തിയറിയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനും പറയാനും മനുഷ്യർ വേണം, ഇല്ലെങ്കിൽ പ്രാന്ത് പിടിച്ചോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ആവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പീപ്പിൾ ടു ഫൈൻഡ് ലൈക്ക് മൈൻഡഡ് പേഴ്സൺ ആൻഡ് ദെർബൈ ഫുൾഫിൽമെൻറ്റ് ഓഫ് സോഷ്യൽ നീഡ്സ് അല്ലേ. അപ്പോൾ അവരുടെ മിണ്ടി പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡിൽ വരുന്ന കാര്യമാണ്. പിന്നെ സപ്പോർട്ട്സ് ഫോർമൽ ഓർഗനൈസേഷൻ. പിന്നെ ഫോർമൽ ഓർഗനൈസേഷന് സപ്പോർട്ടായിട്ട് കൂടെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിട്ടൊക്കെ ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ, ഐഡിയാസ് ഒക്കെ കൺവേ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറ്റും. ഓക്കെ. ഇൻആഡിക്വസീസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ കോമ്പൻസേറ്റഡ്. എക്സാമ്പിൾ എംപ്ലോയീസ് റിയാക്ഷൻ ടുവേർഡ്സ് പ്ലാൻസ്, പ്രൊസീജിയേഴ്സ് എക്സെട്ര. ക്ലിയർ അല്ല. അതുകൊണ്ട് നമുക്ക് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അത് അറിയാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ നെഗറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫോൾസ് ന്യൂസ് അല്ലേ. അതായത് നമുക്ക് ഈ പരദൂഷണമൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസസ് ഓഫ് സ്പ്രെഡിങ് ഫോൾസ് ന്യൂസ് ഇൻ ദ ഓർഗനൈസേഷൻ ആണ്. പിന്നെ അതിൻ്റെ ഒറിജിൻ ആരോട് പറഞ്ഞു എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മറ്റേതിൽ പറ്റും. ഓക്കെ. പിന്നെ ഡിലേ ഓർ റെസ്ട്രിക്ട് ഗ്രോത്ത് അല്ലേ. നമ്മൾ ഓവറായിട്ട് വർക്കിനേക്കാൾ കൂടുതൽ നമ്മൾ ഇവിടെ പേഴ്സണൽ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ നീഡ് എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പെൻഡിങ് ആവും. അത് ഓർഗനൈസേഷനെ ബാധിക്കും, പ്രൊഡക്ടിവിറ്റിനെ മാർക്കും. സ്ട്രോങ് ഇൻഫോർമൽ ഗ്രൂപ്പ് മേ ഒപ്പോസ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ചേഞ്ചസ് ലീഡിങ് ടു ഹിൻഡ്രൻസ് ഓഫ് ഗ്രോത്ത് അല്ലേ. പിന്നെ നമ്മൾ എന്താണ് വലിയ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരെ എടുക്കില്ല. നമ്മൾ വല്ലാണ്ട് കമ്പനിയൊക്കെ നമ്മൾ പറയുന്ന കേൾക്കില്ല, അവർ അങ്ങനത്തെ പ്രശ്നം വരും. അഗെയിൻസ്റ്റ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഗിവിംഗ് പ്രയോറിറ്റി ടു പേഴ്സണൽ ഇൻട്രസ്റ്റ് ക്യാൻ ബി ഹാർംഫുൾ ടു ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ആൾക്കാരുടെ ഇൻട്രസ്റ്റിന് പ്രയോറിറ്റി കൊടുത്താൽ അങ്ങനെയും പ്രശ്നം കിട്ടും. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇത് പഠിച്ചിരിക്കുക. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഡിഫറൻസ് പഠിച്ചിരിക്കണം. അതായത് ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫോർമൽ ഓർഗനൈസേഷൻ ഡെലിബറേറ്റ്ലി പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബൈ മാനേജ്മെന്റ് ആണെങ്കിൽ ഇത് അറൈസസ് സ്പോണ്ടേനിയസ്ലി ആസ് എ റിസൾട്ട് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ എമംഗ് എംപ്ലോയീസ് ആണ്. ഇനി എന്തിനു വേണ്ടി പർപ്പസ് നോക്കിക്കഴിഞ്ഞാലോ ഫോർമൽ ഓർഗനൈസേഷൻ ടു അച്ചീവ് പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് ആണെങ്കിൽ ഇൻഫോർമൽ ടു സാറ്റിസ്ഫൈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് ആണ്. ഓക്കെ. ഇനി സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതായത് ജോബ്സ് ആൻഡ് റിലേഷൻഷിപ്സിൻ്റെ ഇവിടെ എന്താണ്, ഡസ് നോട്ട് ഹാവ് എ ക്ലിയർ കട്ട് സ്ട്രക്ചർ ആണ്. ഇനി റിജിഡും ഫ്ലെക്സിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫോർമൽ ഓർഗനൈസേഷൻ ഹൈലി റിജിഡ് ആണ്, ഇത് മോർ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ. പിന്നെ ഉള്ളത് കമ്മ്യൂണിക്കേഷൻ നോക്കിയാലോ, ഇത് എസ്റ്റാബ്ലിഷസ് ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് കൺവീനിയൻസിനനുസരിച്ചിട്ടായിരിക്കും. ബേസ്ഡ് ഓൺ കൺവീനിയൻസിനനുസരിച്ചാണ് ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടാവുക. റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും ഫോർമലിനകത്ത് അല്ലേ. മറ്റേതിൽ എങ്ങനെയാണ്, നോ സ്പെസിഫിക് റിലേഷൻഷിപ്പ്. അവിടെ ലീഡർ അല്ലെങ്കിൽ നമ്മൾ TL ലീഡർ അങ്ങനത്തെ പരിപാടികളൊന്നും അവിടെ ഉണ്ടാവില്ല. ഓക്കെ. ഇത്രയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഏരിയയിലേക്ക് നമ്മൾ പോവാണ്, ഡെലിഗേഷൻ എന്ന് പറയുന്ന ഏരിയയിലേക്ക്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഡെലിഗേഷനിലേക്ക് നമ്മൾ പോവാണ്. ഈ ചാപ്റ്റർ തീരാറായിട്ട് വരികയാണ്, നമ്മളിങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ? മനസ്സിലായിട്ടുണ്ടോ? സെറ്റ്. ക്ലാസ് ഒരു 9 മണിൻ്റെ ഉള്ളിൽ തീരും കേട്ടോ. അപ്പോൾ നമ്മൾ
ഡെലിഗേഷനിലേക്കാണ് പോകുന്നത്. ഡെലിഗേഷൻ എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഡെലിഗേഷൻ റെഫേഴ്സ് ടു ദ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റിലേക്ക് അതോറിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രീ റിക്വസൈറ്റ്സ് ടു ദ എഫിഷ്യന്റ് ഫംഗ്ഷനിങ് ഓഫ് എ ഓർഗനൈസേഷൻ ബിക്കോസ് ഇറ്റ് എനേബിൾസ് എ മാനേജർ ടു യൂസ് ഹിസ് ടൈം ഓൺ ഹൈ പ്രയോറിറ്റി ആക്ടിവിറ്റി. ഇത് നിർബന്ധമായിട്ടും മാനേജേഴ്സ് ചെയ്തിടും, മാൻഡേറ്ററി ആയിട്ടുള്ള ആവശ്യമാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഹൈ പ്രയോറിറ്റി ഉള്ളതിലേക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എലമെന്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 3 സാധനങ്ങൾ കൂടെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അക്കോർഡിംഗ് ടു ലൂയിസ് അലൻ, ഡെലിഗേഷൻ ഇസ് ദ ഇൻസ്ട്രുമെന്റൽ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് അതോറിറ്റി ടു entrustment of responsibility and authority to another and the creation of accountability to performance ആണ് അല്ലേ. അതായത് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാൾക്ക് എന്ത് കൊടുക്കുകയാണ്, ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അയാൾ ഓക്കെ ഇയാൾ ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് നമ്മുടെ വർക്ക് നമ്മൾ കൊടുക്കുകയാണ്. അത് കിട്ടുന്ന ആൾക്ക് എന്താണ്, ഓക്കെ ഇത് ചെയ്യണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് അല്ലേ ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ അതോറിറ്റിയും അതിൻ്റെ കൂടെ, ശരിക്കും അതോറിറ്റിയാണ് നമ്മൾ എന്ത് ഡെലിഗേറ്റ് ചെയ്യുന്നുള്ളൂ. അതോറിറ്റി മാത്രമേ അയാൾക്ക് ആ ചുമതല മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റിയും ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടും ആണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അതോറിറ്റി എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു കമാൻഡ് ഹിസ് സബോർഡിനേറ്റ്സ് ആൻഡ് ടേക്ക് ആക്ഷൻ വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് പൊസിഷൻ അല്ലേ. അപ്പോൾ അതോറിറ്റി മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ശരിക്കും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ ആ ഒരു സബോർഡിനേറ്റിന് സുപ്പീരിയർ അത് ഒരു പവർ കൊടുക്കുകയാണ്, ഒരു റൈറ്റ് കൊടുക്കുകയാണ്. അയാളുടെ ആ ഒരു കിട്ടിയ ടാസ്കിൻ്റെ സ്കോപ്പിൽ നിന്നുകൊണ്ട് തന്നെ അയാൾക്ക് മറ്റുള്ള സബോർഡിനേറ്റ്സിനെ എന്താണ് ഗൈഡ് ചെയ്യാൻ, കമാൻഡ് ചെയ്യാനുള്ള അതോറിറ്റി കൊടുക്കുന്നതിനെയാണ് അല്ലേ പറയുന്നത്. ക്ലിയർ? ഇനി റെസ്പോൺസിബിലിറ്റി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒബ്ലിഗേഷൻ ഓഫ് സബോർഡിനേറ്റ് ആണ് അല്ലേ. അത് കിട്ടിക്കഴിയുന്ന സബോർഡിനേറ്റിന് ഓക്കെ ഇത് ചെയ്യണം എന്ന് തോന്നുന്നതാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ അതോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ആണെങ്കിൽ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും എന്ന് പറയുന്നത് സബോർഡിനേറ്റിന് സുപ്പീരിയറോട് തോന്നുന്ന ഒരു അപ്വേർഡ് ട്രാൻസ്ഫർ ആണ് അല്ലേ. ഇതെങ്ങനെയാണ് സുപ്പീരിയർ സബോർഡിനേറ്റ്, ഇത് സബോർഡിനേറ്റ് സുപ്പീരിയർ. ഓക്കെ ഓക്കെ ഇതെന്താണ് ഒരു അപ്വേർഡ് ട്രാൻസ്ഫർ ആണ് അല്ലേ സംഭവിക്കുന്ന റെസ്പോൺസിബിലിറ്റിൻ്റെ അകത്ത്. ദസ് റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് അപ്വേർഡ്, റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി ഡെലിഗേറ്റ്. അതോറിറ്റി മാത്രമേ നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണം, അയാൾ ഉത്തരവാദിത്തം കാണിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒന്നാണ്, ഞാൻ സ്റ്റാർ ഇട്ട് വയ്ക്കാം, ഇതിൻ്റെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി. കഴിഞ്ഞ എക്സാമിന്, കഴിഞ്ഞ മോഡലിലാണോ എന്നറിയില്ല, ഇതിന് മുൻപത്തെ വർഷം കേട്ടോ, ഈ മോഡലല്ല, അതിന് മുൻപത്തെ വർഷത്തെ മോഡലിലേറ്റം ചോദിച്ചിട്ടുണ്ട്. ഇത് 3 തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതോറിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ടു കമാൻഡിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒബ്ലിഗേഷൻ ടു പെർഫോം അസൈൻഡ് ടാസ്ക് ആണ്, കിട്ടിയ ജോലി മര്യാദയ്ക്ക് ചെയ്യാനുള്ള ഒരു ബാധ്യത അല്ലെ, കടമ അല്ലേ. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ആൻസറബിലിറ്റി ഫോർ ഔട്ട്കം ഓഫ് ദ അസൈൻഡ് ടാസ്ക്. നമ്മൾ ചെയ്തു വെച്ച ടാസ്കിന്റെ ഔട്ട്കമിന് നമ്മൾ ഉത്തരം പറയാന്നുള്ളതാണ് അല്ലേ. ഇനി ഡെലിഗേഷൻ, ആ ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യാം, റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റിയും കനോട്ട് ബി ഡെലിഗേറ്റഡ് ആണ്. ഒറിജിൻ നോക്കിക്കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇതിൻ്റെ ഉത്ഭവം നോക്കിക്കഴിഞ്ഞാൽ, അതോറിറ്റി എന്ന് പറയുന്നത് ഫോർമൽ പൊസിഷനിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതാണ്. റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താണ് ഡെലിഗേറ്റഡ് അതോറിറ്റിയിൽ നിന്നാണല്ലോ, നമുക്ക് കിട്ടിയ ടാസ്കിൽ നിന്നാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റി വരുന്നത്. അതേപോലെ തന്നെയാണ് അക്കൗണ്ടബിലിറ്റിയും വരുന്നത്. ഇനി ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡൗൺവേർഡ് ആണെങ്കിൽ ഇത് രണ്ടും അപ്വേർഡ് ആണ്. ക്ലിയർ? അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. ഇനി എന്തുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ നോക്കണല്ലോ, എന്തുകൊണ്ട് ഡെലിഗേഷൻ ചെയ്തിരിക്കണം? ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് വേണമെങ്കിൽ, ബിസിനസ്സിൻ്റെ അകത്ത് മാനേജ്മെൻറ്റ് അടിപൊളിയായിട്ട് നടക്കണമെങ്കിൽ, കുറച്ചുകൂടെ ഈസി ആയിട്ട് നടക്കണമെങ്കിൽ, എഫിഷ്യൻ്റ് ആയിട്ട് നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡെലിഗേറ്റ് ചെയ്യണം അല്ലേ. ബൈ എംപവറിംഗ് ദ എംപ്ലോയീസ് the managers are able to function more efficiently as they get more time to concentrate important matters അല്ലേ. അപ്പോൾ എന്താണ്, ഇത് 2 രീതിയിലാണ് നടക്കുന്നത്. നമ്മുടെ സബോർഡിനേറ്റ്സിന് ടാസ്ക് കിട്ടുന്ന സമയത്ത് അവരും ബെസ്റ്റായിട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ സുപ്പീരിയേഴ്സിന് ടാസ്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത് അവരുടെ വർക്ക് ലോഡിൻ്റെ. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്
എംപ്ലോയീസിന് ഡെവലപ്മെന്റ് കിട്ടുന്നു അല്ലേ? ആസ് എ റിസൾട്ട് ഓഫ് ഡെലിഗേഷൻ എംപ്ലോയി ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റി ടു യൂട്ടിലൈസ് ദെയർ ടാലന്റ് ആൻഡ് ദിസ് മേ ഗീവ് റേസ് ടു ടാലന്റ് എബിലിറ്റീസ് ഇൻ ദം അല്ലേ? അതുപോലെ ലാറ്റന്റ് എബിലിറ്റീസ് ആണ്. അതായത് അവർക്ക് എന്ത് കിട്ടുന്നു? അവർക്ക് കുറച്ച് കൂടുതൽ വർക്ക് കിട്ടുമ്പോൾ അവരുടെ കഴിവിനെ അവർക്ക് പുറത്തെടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നല്ലേ? അപ്പോൾ അവർക്ക് അവരുടെ വർക്കിന് ഷോക്കേസ് ചെയ്യപ്പെടാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അവരെന്താവും? ഇറ്റ് മേക്സ് ദം ടു ബെറ്റർ ലീഡേഴ്സ് ആൻഡ് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടി. കാരണം ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റുന്നു. അതുകൊണ്ട് തന്നെ അവർ ബെറ്റർ മാനേജേഴ്സ് ആയിട്ട് മാറുന്നു. പിന്നെ എംപ്ലോയീസിന് മോട്ടിവേഷൻ ആണ്. ക്ലിയർ അല്ലേ? വെൻ എ സുപ്പീരിയർ എൻട്രസ്റ്റ് എ സബോർഡിനേറ്റ് വിത്ത് എ ടാസ്ക്, it is not merely the sharing of work but involves trust on the superior's part and commitment on the part of subordinates അല്ലേ? അതായത് സുപ്പീരിയർ ഒരു ടാസ്ക് ഞാൻ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ അയാളോടുള്ള ട്രസ്റ്റ് കൊണ്ട് കൊടുക്കും. അയാൾ നന്നായി ചെയ്യും എന്ന് കഴിവുള്ള പയ്യനാണ്, കഴിവുള്ള പെൺകുട്ടിയാണ്, അപ്പോൾ ചെയ്ത് അവൾ കൊടുത്ത അവൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് കൊടുക്കുന്നു. അങ്ങനെ കിട്ടുമ്പോൾ ആ കിട്ടിയ ആൾക്ക് എന്താണ്? കമ്മിറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ ഫെസിലിറ്റേഷൻ ഓഫ് ഗ്രോത്തിന് സംഭവിക്കും അല്ലേ? അതായത് എങ്ങനെ ഗ്രോത്ത്? രണ്ട് രീതി സംഭവിക്കും. പുതിയ ടാലന്റഡ് ആയിട്ടുള്ള മാനേജേഴ്സിനെ നമ്മൾ വളർത്തുന്നതുകൊണ്ട് തന്നെ പുതിയ ജോബ് പൊസിഷൻസ് വരുമ്പോൾ നമുക്ക് മാനേജേഴ്സിനെ അങ്ങോട്ടേക്ക് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അല്ലേ? പ്രൊമോഷൻ പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് ഡെലിഗേഷൻ എനേബിൾസ് വർക്ക് ഫോഴ്സ് ടു അസ്യൂം മോർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ടേക്ക് അപ്പ് ലീഡിംഗ് പൊസിഷൻസ് ഇൻ ന്യൂ വെഞ്ചർ ആൻഡ് ന്യൂലി സ്റ്റാർട്ടിംഗ് ബ്രാഞ്ചസ്. Thus it helps to growth and expansion of organization അല്ലേ? അപ്പം നല്ല മാനേജേഴ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബിസിനസ്സിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അവിടേക്ക് നമുക്ക് അവരെന്താ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ക്ലിയർ അല്ലേ? പിന്നെ എന്താണ്? ബേസിക് ഓഫ് മാനേജ്മെന്റ് ഹൈറാർക്കിയാണ്. The superior subordinate relationship establishes through organizing and delegation is the basis of hierarchy of management. അപ്പോൾ മാനേജ്മെന്റ് ഹൈറാർക്കിയുടെ ബേസിസ് ആണ്. മാനേജ്മെന്റ് ഹൈറാർക്കി പറയുമ്പോൾ ഓരോരോ ലെവൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അതിൻ്റെ ബേസിക് ആയിട്ട് ഡെലിഗേഷനിലൂടെയാണ് ഈ ലെവൽസ് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ബെറ്റർ കോർഡിനേഷൻ കൊണ്ടുവരുന്നത് അല്ലേ? അതായത് Delegation elements like authority, responsibility and accountability clearly define the powers, rights and duties of various job positions in an organization. Clarity in reporting relationship helps to develop and maintain effective coordination among departments, job positions and functions of management. ഇത്രേ ഈ പോയിന്റ്സിൽ പറയുന്നുള്ളൂ. അതായത് നമ്മൾ ബെറ്റർ കോർഡിനേഷൻ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെലിഗേഷൻ ചെയ്യുന്നതിലൂടെ അവിടെ നമ്മൾ ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റിയും കിട്ടുന്നു. പിന്നെ അതേപോലെ തന്നെ എന്താണ്? നമ്മൾ ഡെലിഗേഷനിലൂടെ കറക്റ്റായിട്ട് വർക്ക് കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് അല്ലേ? കറക്റ്റ് ഡ്യൂട്ടീസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിൽ തന്നെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ക്ലിയർ? മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ ഇഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഹെഡ് ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ടീം ലീഡറിനെ എടുത്തിട്ട് എൻ്റെ വർക്കേഴ്സിൻ്റെ ഇടയിലുള്ള ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് വർക്ക് കൊടുക്കുമെന്നാണ് അയാൾ കുറച്ചുകൂടെ എന്നേക്കാൾ നന്നായിട്ട് അയാൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല കോർഡിനേഷൻ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പം ഇത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് പറയുന്നത് അല്ലേ? എന്തിൻ്റെ ഇമ്പോർട്ടൻസ്? ഡെലിഗേഷൻ ഇമ്പോർട്ടൻസ്. ഇഫക്റ്റീവ് മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യും, എംപ്ലോയീസിന് ഡെവലപ്മെന്റ് സംഭവിക്കും, മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ് ആണ്, ഗ്രോത്തിന് ഫെസിലിറ്റേറ്റ് ചെയ്യും, ബേസിസ് ഫോർ മാനേജീരിയൽ ഹൈറാർക്കിയാണ്, ബെറ്റർ കോർഡിനേഷൻ കൊണ്ടുവരും. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഡെലിഗേഷൻ വേണം, ഇത് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ഡെലിഗേഷൻ വേണം എന്നുള്ളത് പഠിച്ചിരിക്കുക. ഇനി ഇതിലെ അവസാനത്തെ പോയിന്റാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഓപ്ഷണലാണ്. എല്ലാ ബിസിനസ്സുകാരും ഡീസെൻട്രലൈസേഷൻ ഫോളോ ചെയ്യണമെന്നില്ല. ഓക്കെ, നമ്മൾ ബിസിനസ്സിന് അനുസരിച്ചിട്ട് ഡീസെൻട്രലൈസേഷൻ ചെയ്യുള്ളൂ. പക്ഷേ ഡെലിഗേഷൻ നമ്മൾ കമ്പൽസറി ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ്. ക്ലിയർ? അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്, അതിനു മുൻപ് ആദ്യം സെൻട്രലൈസേഷൻ എന്താണെന്ന് അറിയാം അല്ലേ? സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ലൈസ് വിത്ത് ദ ടോപ്പ് മാനേജ്മെന്റ് അല്ലേ? അതായത് ഈ ടോപ്പിലിരിക്കുന്ന ആളായിരിക്കും എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ എത്ര സ്റ്റാഫുകൾ ഉണ്ടെങ്കിലും അവസാനത്തെ തീരുമാനം എന്ന് പറയുന്നത് ഇയാളുടെ ആയിരിക്കും. അതിനാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇയാൾ എന്ത് ചെയ്യുന്നു? ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ഈ 2 പേർക്കും
ഈ രണ്ട് പേര് തീരുമാനിക്കുന്ന തീരുമാനം, ഈ രണ്ട് പേരെ സംബന്ധിച്ചിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഇയാളെ ഏൽപ്പിക്കുന്നു അല്ലെ, അയാൾക്ക് അധികാരം കൊടുക്കുന്നു. ഇയാൾ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ. പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇയാൾ ആൻസർ പറയേണ്ടി വരും, ഇയാളോട് ഈ വ്യക്തി ആൻസർ പറയേണ്ടി വരും. ഓക്കെ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അതോറിറ്റി ഈസ് ഷെയർ വിത്ത് ലോവർ ലെവൽസ്, അതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് നോക്കണം, എന്താണ് ഡീസെൻട്രലൈസേഷൻ ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ ഡെലിഗേഷൻ്റെ നമ്മൾ നോക്കി അല്ലേ. ഡീസെൻട്രലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ. അതായത് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാം, അവർക്ക് അതിനനുസരിച്ച് ചെയ്യാം അല്ലേ. അപ്പൊ അതിനുള്ള ഒരു initiatives അല്ലേ എടുക്കുന്നു. So it helps to promote self-reliance and confidence amongst the subordinates. This will encourage subordinates to take initiative and adopt innovative methods. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പം നേരത്തെ കാണിച്ച പോലെ ഇതാ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അടി ഉണ്ടായിന്ന് വിചാരിക്കുക, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അടി ഉണ്ടായിന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയോ മുകളിലിരിക്കുന്ന ഇവർ ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും ഇവിടെ ഇരിക്കുന്ന ഇയാൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് തീരുമാനം എടുക്കുന്നത്. കാരണം ഇയാൾക്കാണ് ഡയറക്റ്റ് സിറ്റുവേഷൻ എന്താണ് ആൾക്കാരെയൊക്കെ അറിയുന്നത്, മറ്റേ ആൾക്ക് ഇവിടുത്തെ ആൾക്കാരെയോ എംപ്ലോയീസിനെയോ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്താണ് ഇയാൾ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് ക്രിയേറ്റീവായിട്ട് പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? പിന്നെ ഡെവലപ്പ് മാനേജീരിയൽ ടാലന്റ് ഫോർ ദ ഫ്യൂച്ചർ അല്ലേ. അപ്പോൾ ഫ്യൂച്ചറിൽ ടോപ്പ് മാനേജേഴ്സ് ആവാൻ വേണ്ടി ഇവരെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇഫ് ദ സബോർഡിനേറ്റ് ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റി ടു യൂട്ടിലൈസ് ദെയർ ടാലന്റ്, ഇറ്റ് അലോ ദം ടു ഡെവലപ്പ് സ്കിൽ ആൻഡ് ഹെൽപ്പ് ദം റൈസ് ഇൻ ദ ഓർഗനൈസേഷൻ അല്ലേ. ഓർഗനൈസേഷനിൽ അവർക്ക് എന്താ, ഓർഗനൈസേഷനെ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസിഷൻസിലേക്ക് കൊണ്ടുവന്ന് ഓർഗനൈസേഷനിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ എന്താണ് അവരുടെ മാനേജീരിയൽ ടാലന്റും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. പിന്നെ അടുത്താണ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ആ താഴെ രണ്ട് സ്ഥലത്ത് പ്രശ്നം നടക്കുകയാണെങ്കിൽ അയാൾ പെട്ടെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഇപ്പം മോളെന്നുള്ള ആൾ വന്ന് തീരുമാനം പറയണമെന്ന് പറയുമ്പോഴേക്കും ഒത്തിരി സമയമാവും അല്ലേ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പവർ ഇസ് ഇൻട്രസ്റ്റഡ് വിത്ത് ദോസ് ഹു ആർ സപ്പോസ് ടു എക്സിക്യൂട്ട് ദ ഡിസിഷൻസ്. ഇൻ അതർ വേർഡ്സ് ഡിസിഷൻസ് ആർ ടേക്കൺ അറ്റ് ലെവൽസ് വിച്ച് ആർ നിയറസ്റ്റ് ടു ദ പോയിന്റ് ഓഫ് ആക്ഷൻ അല്ലേ. ഏറ്റവും ആക്ഷനോട് അടുത്ത് കിടക്കുന്ന ഡിപ്പാർട്ട്മെന്റ്സിന് ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് പോസിബിൾ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? പിന്നെ അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷനിൽ എന്താണ് ഇൻഫോർമേഷനിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ കുറയ്ക്കാൻ വേണ്ടി ഹിൻഡ്രൻസ് ഉണ്ടാവില്ല അല്ലേ. കാരണം എന്താണ് ഇത് ഇവിടെയുള്ള ആൾക്കാരാണ്, അതായത് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള രണ്ടുപേര് തമ്മിൽ സംസാരിച്ച് പെട്ടെന്ന് ക്ലിയർ ആക്കേണ്ട കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞ് അത് ഇവിടെ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും കുറേ പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷനും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നടക്കും. പിന്നെ അതേപോലെ തന്നെ റിലീഫ് ടു ടോപ്പ് മാനേജ്മെന്റ് എന്താണ് അവരുടെ ഒരു തലവേദന കുറയാണ് ചെയ്യണം. മറ്റെല്ലാവരും ഡിസിഷൻ എടുക്കണ്ടേ. ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ആർ നോട്ട് എൻഗേജ്ഡ് ഇൻ ഡേ ടു ഡേ പ്രോബ്ലംസ്. അപ്പോൾ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഡേ ടു ഡേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഹാൻഡിൽ ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി അവരിൽ തന്നെ നിൽക്കുമ്പോൾ അവർ ഡേ ടു ഡേ ഓപ്പറേഷൻസിലും ഇൻവോൾവ് ആവേണ്ട ആവശ്യം വരും. Therefore, top executive gets enough time to plan ahead, develop new strategies, make important policies, decisions and concentrate on coordination and control. അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഫംഗ്ഷൻസിലേക്ക് കോർഡിനേറ്റ് ചെയ്യാൻ അല്ല ഫോക്കസ് ചെയ്യാൻ വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സ്കാനിങ്ങും ഒക്കെ അവരാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗ്രോത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. പ്രൊവൈഡ് ഗ്രേറ്റർ ഓട്ടോണമി ടു ലോവർ ആൻഡ് മിഡിൽ ലെവൽ ഓഫ് മാനേജ്മെന്റ്. ഇറ്റ് അലൗസ് ദം ടു ഫംഗ്ഷൻ ഇൻ എ മാനർ ബെസ്റ്റ് സ്യൂട്ടഡ് ടു ദെയർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഡെവലപ്പ് സെൻസ് ഓഫ് കോമ്പറ്റീഷൻ എമംഗ് ദ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലേ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതാ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അതോറിറ്റി കൊടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ എന്താണ് ഇവർക്കൊക്കെ എന്താണ് ഒരു അതോറിറ്റി കൊടുക്കുമ്പോൾ ഇവർക്ക് എന്താണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നു. ആരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുക, ആരുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഏറ്റവും അടിപൊളിയാവുക എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ബെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇയാൾക്കാണ് അറിയാം. അപ്പോൾ ഇയാൾ ഒരു തീരുമാനം എടുക്കുന്നതാണ് എപ്പോഴും നല്ലതായിരിക്കും അല്ലെ ഇയാൾ എടുക്കുന്നതിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബിസിനസ്സിന് എന്താണ് അത് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ? ഇനി അതുപോലെ തന്നെ കൺട്രോളും ബെറ്റർ കൺട്രോളിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കും അല്ലെ. മൊത്തത്തിൽ എന്താണ് ഓർഗനൈസേഷനെ ഏറ്റവും ടോപ്പിലിരുന്ന് എല്ലാം കൂടെ അയാൾ കൺട്രോൾ ചെയ്യുന്നതിൽ എളുപ്പമായിരിക്കും ഓരോരുത്തർക്ക് കൺട്രോൾ ചെയ്യാനുള്ള കാര്യം കൊടുക്കുമ്പോൾ. ക്ലിയർ? ഈ ഡീസെൻട്രലൈസ്ഡ് സെറ്റപ്പ്
it becomes easier to fix standards of performance. അല്ലേ, പെർഫോമൻസ് എങ്ങനെ പെർഫോം ചെയ്യണം, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോരുത്തർ വർക്ക് ചെയ്യേണ്ടത്, അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ ടോപ്പ് മാനേജേഴ്സിന് ചിലപ്പോൾ അറിയണമെന്നില്ല. അത് ഏറ്റവും അറിയുന്നത് അതിൻ്റെ മിഡിൽ ലെവൽ, സൂപ്പർവൈസറി ലെവലിലുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമ്പോൾ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? Set performance and take corrective action. This will lead to better control. Better controlലേക്ക് അവരെ കൊണ്ടെത്തിക്കും അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് റെഡി. ഇനി ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ? ഓക്കെ, അതായത് ഈ ഒരു പോയിന്റ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എന്തായി, നമ്മുടേത് കഴിഞ്ഞു, ഈ ഒരു ചാപ്റ്ററേ കഴിഞ്ഞു. സെറ്റ്. അതായത് ഡിഫറൻസ് നോക്കാം, റെഡി ആണോ? അവസാനത്തെ പോയിന്റ്സിലേക്കാണ് പോകുന്നത്. ഒന്ന് പെട്ടെന്ന് പറഞ്ഞേടാ, ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ്, ക്ലിയർ. ഓക്കെ, നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു കമ്പൽസറി ആക്ട് ആണ്. അതായത് എല്ലാ ഇൻഡിവിജ്വൽസിനും ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഓൾ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഡെലിഗേഷൻ ഇസ് എ കമ്പൽസറി ആക്ട് ബിക്കോസ് നോ ഇൻഡിവിജ്വൽ ക്യാൻ പെർഫോം ഓൾ ടാസ്ക് ഓൺ ഹിസ് ഓൺ. അല്ലേ, അയാൾക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി അടുത്തത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ പോളിസിയാണ്. കാരണം തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സൈസ് ഭയങ്കര വലുതാണെങ്കിൽ നമുക്ക് ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും, ഒത്തിരി ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കുറച്ചുകൂടെ ഒരു സ്മോളർ സ്കെയിലിലുള്ള ഒരു ഓപ്പറേഷൻസ് നടക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ എന്തായിരിക്കും, കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ആൾക്കാരെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ വേറെ ആളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതെന്താണ്, നമ്മൾ നേച്ചർ നോക്കുകയാണെങ്കിൽ ഇതൊരു മാൻഡേറ്ററിയും ഇതെന്താണ് ഒരു ഓപ്ഷണലും ആണ് അല്ലേ. പിന്നെ ഫ്രീഡം ഓഫ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡെലിഗേഷനിൽ എന്തുണ്ടാവില്ല, ആക്ഷനിൽ ലിമിറ്റഡ് സ്കോപ്പാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പേ ഉണ്ടാവുന്നുള്ളൂ. ക്ലിയർ? അതായത് മോർ കൺട്രോൾ ബൈ സുപ്പീരിയർ, എൻഹാൻസ് ലെസ് ഫ്രീഡം ടു ടേക്ക് ഓൺ ഡിസിഷൻസ് ആണ്. കാരണം അവിടെ ടാസ്കേ കിട്ടുന്നുള്ളൂ, ആ ടാസ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള അതോറിറ്റി മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി ലെസ് കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്സ്, എൻഹാൻസ് ഗ്രേറ്റർ ഫ്രീഡം ഓഫ് ആക്ഷൻ. ഇവിടെ ഡീസെൻട്രലൈസേഷൻ്റെ അകത്ത് എങ്ങനെയാണ്, ഇവർക്ക് നമ്മൾ തീരുമാനം എടുക്കാനുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു പവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ അതോറിറ്റിയും കിട്ടുന്നില്ല. ക്ലിയർ അല്ലേ? ഇനി സ്റ്റേറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ടാസ്ക് ഷെയർ ചെയ്യപ്പെടുന്നതിലൂടെയാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ വർക്ക് ഡെലിഗേറ്റ് അല്ല, ടാസ്ക് ഷെയർ ചെയ്യുന്നതിലൂടെയാണ് കിട്ടുന്നത്. പക്ഷെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ റിസൾട്ട് ഓഫ് ദ പോളിസി ഡിസിഷൻ ഓഫ് ദ ടോപ്പ് മാനേജ്മെന്റ്. അത് ടോപ്പ് മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനം, അവിടെ ടാസ്ക് അല്ല, ഒരു പോളിസിയുടെ ബേസിലാണ്. ഓക്കെ, ഇന്ന കാര്യങ്ങൾ ഇന്നവരായിരിക്കും ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഒരു പോളിസിന്റെ ബേസിലാണ് എന്ത് നടക്കുന്നത്, ഡീസെൻട്രലൈസേഷൻ നടക്കുന്നത്. ഇനി സ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ it has narrow scope as it is limited to superior and his immediate subordinate. പിന്നെ നമ്മൾ ഡെലിഗേഷൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എപ്പോഴും സുപ്പീരിയർ സബോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ അയാൾ നമ്മളിൽ കൺട്രോളിൽ ഉണ്ടായിരിക്കും അല്ലേ, അയാളുടെ കൺട്രോളിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക. അപ്പം നമുക്ക് എപ്പോഴും എന്താണ്, ഭയങ്കര ഫ്രീഡം ഉണ്ടായിരിക്കില്ല. സ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നാരോ മാനേജീരിയൽ സ്കിൽ ഡെവലപ്മെന്റ് സ്കോപ്പേ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, ഇറ്റ് ഹാസ് എ വൈഡർ സ്കോപ്പ് ആസ് ഇറ്റ് ഇംപ്ലൈസ് എക്സ്റ്റെൻഷൻ ഓഫ് ഡെലിഗേഷൻ ടു ദ ലോയസ്റ്റ് ലെവൽ ഓഫ് മാനേജ്മെന്റ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എല്ലാ ലെവൽസിലേക്കും നമുക്ക് അതോറിറ്റി കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചുകൂടെ വൈഡർ ലെവലിലാണ് നമുക്ക് ഡിസിഷൻ എടുക്കാം, നമ്മുടേതായ ഒരു ഓട്ടോണോമി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി പർപ്പസ് നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് നടന്ന് ടാസ്ക് ഷെയർ ചെയ്ത് ബേർഡൻ കുറയ്ക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഡീസെൻട്രലൈസേഷനിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റോള് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അല്ലെ, സബോർഡിനേറ്റ്സിന്റെ റോള് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻക്രീസ് ദ റോൾ ഓഫ് സബോർഡിനേറ്റ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ബൈ ഗിവിംഗ് ദം മോർ ഓട്ടോണമി അല്ലെ, മോർ ഓട്ടോണമി, കൂടുതൽ അധികാരം കൊടുത്തിട്ട് അവരെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷൻ്റെ ഒരു പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ക്ലിയർ? ഇത്രയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള. സിമ്പിൾ ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതായിട്ട് തോന്നുമെങ്കിലും ഒരു സ്ട്രക്ചേർഡ് ആയി പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡെലിഗേഷൻ എന്ന് പറയുന്ന
പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഡെലിഗേഷൻ. അപ്പോൾ അതുകൊണ്ട് ഡെലിഗേഷൻ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഡെലിഗേഷനെ കുറിച്ച് എന്തായാലും തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. സെറ്റ്, ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. റെഡിയാണോ? എന്തെങ്കിലും എവിടെയെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചാപ്റ്റർ കഴിഞ്ഞു. എന്തെങ്കിലും എവിടെയെങ്കിലും സംശയങ്ങളുണ്ടോ? താങ്ക് യു അലി. ഇപ്പം എന്നെ കേട്ടിരുന്ന എല്ലാ മക്കൾക്കും താങ്ക് യു. ഡൗട്ടൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? സംശയങ്ങളൊന്നും ഇല്ലല്ലോ? സംശയങ്ങളൊന്നും വരുന്നില്ലല്ലോ? ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞാട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സെറ്റ്, ഇല്ല. ഡിഫറൻസ് വെച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഉണ്ടാക്കുന്ന ടേബിളും കൂടെ നോക്കണം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ നോക്കിയ ടേബിളില്ലേ, ഇങ്ങനത്തെ ഡിഫറൻസ് വരുന്ന ടേബിളില്ലേ, അതെന്ന് പറയുന്നത് എന്താണ്, കുറച്ചുകൂടെ കോണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസെപ്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലേ. എന്താണ് ഡെലിഗേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഡെലിഗേഷൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പൽസറി ആക്ട് ആണ്. അതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിന് എല്ലാ ടാസ്കും ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെലിഗേഷൻ്റെ അകത്ത് സ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാരോ സ്കോപ്പാണ് ഡെലിഗേഷന് പറ്റുന്നത്. എന്തിനു വേണ്ടി ഡെലിഗേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേർഡൻ മാനേജേഴ്സിന്റെ ടാസ്ക് ഷെയർ ചെയ്തിട്ട് ബേർഡൻ ഓഫ് മാനേജർ അല്ലേ, മാനേജേഴ്സിന്റെ ബേർഡൻ ലെസൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഡെലിഗേഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള ടേബിൾസ് ആണെങ്കിൽ ഓക്കെ, 1, 2 ലെസ്, മോർ, അല്ലെങ്കിൽ റിജിഡ്, ഫ്ലെക്സിബിൾ, നോട്ട് റിജിഡ്, അങ്ങനത്തെ റിക്വയർഡ്, നോട്ട് റിക്വയർഡ്, അങ്ങനത്തെ ടേബിൾസ് എന്ന് പറയുമ്പോൾ ആ കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം മാത്രം അതുപോലുള്ള ടേബിൾസ് പഠിക്കുന്നതായിരിക്കും ഈസി. ഓക്കെ, അല്ലാതെ നിങ്ങൾക്കൊരു കോൺസെപ്റ്റിനെയാണ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയെങ്കിലുള്ള ടേബിൾസ് വെച്ചാണ് പഠിക്കേണ്ടത്. ക്ലിയർ ആണോ? നോട്ട് ഞാൻ അയക്കുമല്ലോ, ഇത് കഴിഞ്ഞിട്ട് അയക്കും കേട്ടോ. സെറ്റ്, ക്ലിയർ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ മനസ്സിലായോ? പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനത്തെ ടേബിൾ വെച്ച് പഠിക്കുന്നു എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്, റിക്വയർഡ്, നോട്ട് റിക്വയർഡ്, അങ്ങനത്തെ ടേബിൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ അല്ല. സെറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ടാറ്റ ബൈ ബൈ പറയട്ടെ. നിങ്ങൾക്ക് ആരും സംശയമുള്ളതായിട്ട്, പോയിന്റ്സിൽ സംശയമുള്ളതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. നോട്ട് കിട്ടിയാൽ അടിപൊളിയായിട്ട് തന്നെ വായിച്ച് പഠിക്കണം. ഓക്കെ, ക്ലിയർ, റെഡി. എന്നാൽ ടാറ്റ ബൈ ബൈ.